ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഓൺ ക്യൂ വിത്ത് പാർവതി ശ്രീദേവി. ഇന്ന് നമ്മളോടൊപ്പം ഫ്ലോറിലുള്ളത് രണ്ട് വ്യത്യസ്തരായ വ്യക്തികൾ, പക്ഷേ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്സ്. രാഷ്ട്രീയ വിഷയങ്ങളിലായിക്കോട്ടെ, സാമൂഹ്യ വിഷയങ്ങളിലായിക്കോട്ടെ, സ്വന്തമായ സ്ട്രോങ് ഒപ്പീനിയൻസ് ഉള്ള, ചില സമയത്ത് വ്യത്യസ്തമായ ഒപ്പീനിയൻസ് ഉള്ള രണ്ട് ഫ്രണ്ട്സ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു എ കോൺവെർസേഷൻ വിത്ത് ദം. വിത്ത് us today we have Saddam Hussain and Rahul Ishwar. വെൽക്കം ടു ദ ഷോ. താങ്ക് യു പാർവതി. സോ അഗെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, വാട്ട് ഡസ് ദാറ്റ് മീൻ ടു യു ഗൈസ്? എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്? എങ്ങനെയാണ്, ഹൗ ഡു യു ഹാവ്? ഏറ്റവും നല്ല ഞങ്ങളുടെ കണക്റ്റുള്ളത് ക്രിക്കറ്റ് കളിയാണ്, അത് പറഞ്ഞു. നിങ്ങൾ ക്രിക്കറ്റാണ് സദാവിൻ്റെ അവിടുത്തെ ടർഫിലടക്കം പല സ്ഥലത്തെയും കളിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ വന്ന കണ്ടപ്പോൾ ആദ്യം പറഞ്ഞതാണ്, എന്ത് ക്രിക്കറ്റിന് വിളിക്കാത്ത കുറച്ച് കാലമായാലും വിളിച്ചിട്ടാണ്. നമുക്ക് ഈ കുറച്ച് ബിസി ഷെഡ്യൂളായതുകൊണ്ട് ആകെ കിട്ടുന്ന ഫ്രീ ടൈം എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഈ ക്രിക്കറ്റാണ് മെയിനായിട്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ പരിചയം ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ രാഹുൽ സംസ്ഥാന യുവജന കമ്മീഷൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. രാഹുൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്ത ഒരു പ്രൊജക്റ്റാണത്. യൂത്ത് ഡിഫൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് അന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ചെയർമാൻ ശ്രീ RV രാജേഷായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത്, അതായത് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ ക്യാമ്പസിലാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. നമ്മൾ അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് 13 ഇയേഴ്സ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ആ യൂത്ത് കമ്മീഷനും YDF ഇപ്പോഴും ഉണ്ട്. എനിക്കെതിരെ യൂത്ത് കമ്മീഷൻ ഒരു പരാതി വന്നിരുന്നു. അപ്പം ഞാൻ പരാതിയുടെ കാര്യത്തിൽ അവിടെ പോയപ്പോൾ വളരെ സ്നേഹത്തോടെ അവർ സ്വീകരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത പ്രൊജക്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യമാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ല, ഇതിപ്പം സർക്കാർ മാറിയിട്ടും ആ പ്രൊജക്റ്റ് അവരത് കണ്ടിന്യൂ ചെയ്തു. കാരണം അത് ഭയങ്കര നമ്മുടെ ഈ സമൂഹത്തിൽ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. ഞങ്ങൾ ഒരു വർഷം സദാവ് നമ്മളെല്ലാവരും ആ ടീം ഒരു വർഷം, എനിക്ക് തോന്നുന്നു നിയർലി 400, കൃത്യ നമ്പർ അറൌണ്ട് 350-400 കോളേജസ് സ്കൂൾസിൽ ഇതേപോലെ ആൻറ്റി ഡ്രഗ് അടക്കമുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കുകയുണ്ടായി. അത് വലിയ സക്സസ് ആയിരുന്നു, വളരെ എഫക്റ്റീവ്. ശ്രീ RV രാജേഷ്, അദ്ദേഹം വളരെ സോസ്പോക്കണായ വളരെ പ്രോമിനൻ്റ് ആയ ഒരു കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ശ്രീ RV രാജേഷിൻ്റെ നേതൃത്വത്തിലാണ് പിന്നെ സദാവ് അടക്കമുള്ള ഒരുപാട് പേര് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം പരിചയപ്പെട്ടത്. Okay, and still running എന്ന് കേൾക്കുന്ന it's a really good thing, of course. And let me ask you a little, ഇച്ചിരി പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ എനിക്കറിയാം സദാമിൻ്റെ കേസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് കുറേ വർഷങ്ങളായിട്ട് യു ബി കോൺഗ്രസിൻ്റെ സന്നദ്ധ സഹചാരിയാണ്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പുതിയ മന്ത്രിസഭ വരുന്ന സമയത്താണെങ്കിലും യു വെർ ഇൻ ദ ഫോർ ഫ്രണ്ട്. ഇപ്പോഴത്തെ യുവ നേതാക്കളുടെ കൂടെ, ഈവൻ സീനിയർ മെമ്പേഴ്സിനെ എല്ലാം കൂടെ വി ഹവ് ബീൻ സ്പോട്ടിങ് യു. രാഹുലിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ രാഹുലിനെ കുറിച്ച് എൻ്റെ അഭിപ്രായമാണ്, യു ക്യാൻ ഓൾവേസ് കറക്റ്റ് മീ, ആശയങ്ങളിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ രസമുണ്ടെങ്കിലും നീരസമുണ്ടെങ്കിലും അത് പാർട്ടി എന്നതിനുപരി ആ വിഷയത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലെറ്റ് മീ ആസ്ക് യു പോയിന്റ് ബ്ലാങ്ക്, ശരിക്കും സംഖ്യയാണോ കൊങ്ങിയാണോ, എന്താണ് പൊളിറ്റിക്കൽ അഫിനിറ്റി? ഞാൻ അടിസ്ഥാനപരമായ ഒരു ഗാന്ധിയൻ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നതാണ്. ഞാൻ സ്ഥിരം അഹമ്മദാബാദിൽ പോകുമ്പോൾ, ഗുജറാത്തിൽ പോകുമ്പം സബർമതി പോകും. അപ്പോൾ സബർമതിയുടെ ക്യൂറേറ്റർ എന്നെ കണ്ട് കൗതുകമുള്ളൊരു കാര്യം പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഇന്ത്യയിൽ ഗാന്ധിജിയെ പച്ചകൂത്തി ഏക വ്യക്തി ഒരു പക്ഷേ നീ ആയിരിക്കും എന്ന് പുള്ളി തമാശയ്ക്ക് എന്നോട് പറയുണ്ടായി. ഗാന്ധിയൻ രാഷ്ട്രീയമാണ്, എന്നാൽ സെൻറ്റർ റൈറ്റാണ്. കോൺഗ്രസ് പൊതുവേ സെൻറ്റർ ലെഫ്റ്റ് സ്പേസ് നിൽക്കുന്നതാണ്. കോൺഗ്രസ് തന്നെ ഒരു ഗാന്ധിയൻ റൈറ്റ് സ്പേസിലാണ് നമ്മുടെ രമേശ് ചെന്നിത്തലാജി, നമ്മുടെ ശ്രീ ശശി തരൂറൊക്കെ നിൽക്കുന്നത്. നെഹ്റൂവിയൻ ലെഫ്റ്റിലാണ് ശ്രീ VD സതീശൻ, ശ്രീ VT ബൽറാം, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവരെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ സെൻറ്റർ റൈറ്റ് നിൽക്കുന്ന എന്നാൽ മതസൗഹാർദ്ദവാദിയായ ലാർജർ ഗാന്ധിയൻ കോൺഗ്രസിൻ്റെ നിലനിൽക്കണം എന്നാഗ്രഹം. സർദാർ പട്ടേലിൻ്റെ ലൈനിൻ്റെയൊക്കെ കൂടുതൽ ഫോളോ ചെയ്യുന്നതാണ്. കോൺഗ്രസ്സിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഒപ്പമുള്ള നെഹ്റുജിയെ കൂടുതൽ പിന്തുടരുന്നവരുണ്ടായിരുന്നു. അവർ ലിബറൽ ലീനിങ്, ലെഫ്റ്റ് ലീനിങ്, പ്രോഗ്രസീവ് ലീനിങ് എന്നൊക്കെ വിളിക്കുന്നവരാണ്. മറ്റേത് റൈറ്റ് ലീനിങ്, കൺസർവേറ്റീവ് ലീനിങ് എന്നൊക്കെയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ ചാഞ്ഞ് നിൽക്കുന്ന, എന്നാൽ കോൺഗ്രസിനോട് താല്പര്യമുള്ള, കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനപ്പുറം ഇന്ത്യക്ക് ആവശ്യമാണ്. കാര്യം അന്നത്തെ കോൺഗ്രസിൽ നിന്നാണ് CPM-ഉം BJP എല്ലാം ഉണ്ടാകുന്നത്. കോൺഗ്രസിലെ സോഷ്യലിസ്റ്റുകളാണ് കമ്മ്യൂണിസ്റ്റുകളായി മാറി CPI-യും CPM-ഉം ആവുന്നത്. കോൺഗ്രസിൽ തന്നെയുള്ള ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ളവർ, അതായത് നെഹ്റുജിയുടെ ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ്. അതിൻ്റെ പ്രാധാന്യം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാറാണ് ഇപ്പോൾ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ. അന്ന് ശ്യാമപ്രസാദ് മുഖർജി ആ സ്ഥാനം വഹിച്ച് അതിനുശേഷം ആ റൈറ്റ് ലീനിങ് വിഭാഗത്തിൻ്റെ ഒരു കൺസോൾട്ടേഷനാണ് പിന്നീട് ജനസംഘവും BJP ഒക്കെ മാറി. അതുകൊണ്ട് ഒരു ഗാന്ധിയൻ കോൺഗ്രസ് നിലനിന്നില്ലെങ്കിൽ ഇന്ത്യ നിലനിൽക്കില്ല, അതാണ് സത്യം. അതിൽ എന്താണ് സദ്ദാമിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്താണ്? ഐ നോ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ അഫിനിറ്റി നോക്കുകയാണെങ്കിൽ യു ആർ എ സ്ട്രോങ് കോൺഗ്രസ് പേഴ്സൺ, എല്ലാ കാര്യങ്ങളിലും സ്വന്തമായ ശക്തമായ അഭിപ്രായമുള്ള ആളാണ്. രാഹുലിൻ്റെ അഭിപ്രായങ്ങളോട് തന്നെയാണോ യോജിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ? അല്ല, ആക്ച്വലി രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. എൻ്റെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഞാൻ പക്ക കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, പക്ക കോൺഗ്രസ് മാനാണ്. അപ്പം എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ ഉണ്ട്. കോൺഗ്രസ് പാർട്ടി എപ്പോഴും ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ എടുക്കുന്ന ഒരു എന്താ പറയുക, ഡെമോക്രസി, പാർട്ടിക്കുള്ളിൽ തന്നെ ഡെമോക്രസി ഉള്ള ഒരു പാർട്ടിയാണ്. അപ്പം നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. എന്നിരുന്നാലും ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ
അല്ലെ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യുവൻസി നിലനിർത്തുന്നതിൻ്റെ വളരെ എത്ര പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ ഒരു സെൻട്രലൈസിങ് ഫോഴ്സ് ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കില്ല. കാരണം നമ്മളുടെ അത്രയും ബഹുസ്വരതയും വൈവിധ്യമുള്ള ഒരു രാജ്യവും ലോകത്തിലില്ല. ലോകത്തിലെ എല്ലാ മതങ്ങളും എല്ലാ ജാതി വിഭാഗങ്ങളും വംശങ്ങളും ഭാഷകളും പ്രത്യേക ഗോത്ര സമൂഹങ്ങളും നമ്മുടെ ഇന്ത്യയുടെ സമ്പത്താണ്. ഈ സമ്പത്തിനെ ഒരുമിച്ച് നിർത്താൻ എന്ത് വേണം? എല്ലാവരെയും സെൻട്രലൈസ് ചെയ്യുന്ന ഒരു കോമൺ പ്ലഗ് ബോർഡ് വേണം, ഒരു സ്വിച്ച് ബോർഡ് വേണം. ആ സ്വിച്ച് ബോർഡായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസമുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലും നെഹ്റുജിയും തമ്മിൽ 100 കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബട്ട് ദേ വെയർ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് ആശയപരമായ വ്യത്യാസമുണ്ട്. അപ്പൊ അതാണ് അതിന്റെ മനോഹാരിത. കോൺഗ്രസിന്റെ മനോഹാരിത എന്ന് പറഞ്ഞാൽ സദാം പറഞ്ഞ ഒരു ഉഗ്രം പോയിന്റാണ് ഈ ഇന്റേണൽ ഡെമോക്രസി. ഞാൻ ആരെയും മോശമായി പറയില്ല, ഇന്റേണൽ ഡെമോക്രസി കോൺഗ്രസിനുണ്ട്. മറ്റേത് CPM, ഞാൻ കുറ്റമായിട്ട് പറയില്ല, CPM-ൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി. ആരാക്കി? പുള്ളി തന്നെ ആക്കി. വേറെ ആരുമില്ല, പുള്ളി തന്നെ തീരുമാനിക്കുന്നത്. കുറ്റമായിട്ടല്ല കാര്യം. അപ്പം അത് ഞാൻ മോശമായിട്ട് പറയല്ല. അപ്പം എന്നിരുന്നാലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ ഈ ചർച്ചയുടെ സ്പേസ് ഉണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി സെലക്ഷനെ തന്നെ വന്ന് നോക്കിയാൽ അതൊരു വൈബ്രന്റ് ഡെമോക്രസിയുടെ ലക്ഷണമാണ്. കാര്യം 3 5 മുഖ്യമന്ത്രിയാകാൻ കേപ്പബിളായ ആൾക്കാരുണ്ട്. അപ്പം ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കോൺഗ്രസിനുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണ്. പിന്നെ ഒരു വ്യത്യാസം കൂടെ, സദാം ഒരു കോർ കോൺഗ്രസ് മാനും സംഘാടകനും അതിനുവേണ്ടി എഫേർട്ടാണ്. ഞാൻ കുറച്ചുകൂടെ ഒരു ഫ്രീ ബേർഡാണ്. ഞാൻ കുറച്ചുകൂടെ എനിക്ക് കോൺഗ്രസിനെയും സ്വതന്ത്രമായി വിമർശിക്കാൻ കഴിയുന്ന, എന്നാൽ ലാർജ്ലി ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സഹയാത്രികനെന്നോ വെളിയിൽ നിൽക്കുന്ന ഒരു സപ്പോർട്ടറെന്നോ എന്നുള്ള ഒരു ആളാണ് ഞാൻ. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല സ്റ്റേറ്റിൽ നിന്നും കോൺഗ്രസ് വാനിഷ് ആയി പോയിട്ടുണ്ട്. 25 കൊല്ലം 30 കൊല്ലം. ഇപ്പോൾ തെലങ്കാനയിൽ ലാസ്റ്റ് 25-30 years ആയിട്ട് കോൺഗ്രസ് ഇല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ഇലക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് രേവന്ത് റെഡ്ഡിയെ പോലത്തെ ഒരു നേതാവ് വരുന്നു, കോൺഗ്രസ് വരുന്നു. ഇതാണ് പല സ്റ്റേറ്റിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്ത്യ. അത് സാങ്കല്പികമല്ല, അതാണ് സത്യം. അതുപോലെ കേരളത്തിൽ കമ്മ്യൂണിസം അതുപോലെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് കമ്മ്യൂണിസം കേരളത്തിൽ നിലനിൽക്കണം. അതുപോലെ കോൺഗ്രസും, അത് ഇന്ത്യയിൽ കോൺഗ്രസ് എങ്ങനെയാണോ അതുപോലെയാണ് കേരളത്തിനകത്ത് വരുമ്പം കമ്മ്യൂണിസ്റ്റ് അതുപോലെ നിലനിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്. ഒരു വോയിസ് എന്ന് പറയുമ്പോൾ അതിനൊരു മറു വോയിസ്. ലെഫ്റ്റിന് എന്നും ലോകത്തൊരു സ്പേസ് ഉണ്ടാകും. ലെഫ്റ്റ് പൊതുവേ ഇൻജസ്റ്റിസിനെ എതിർക്കുന്നതും കാര്യങ്ങളുമാണ്. അപ്പൊ ഈ റൈറ്റിനും ആവശ്യമുണ്ട്. ഇവിടെ ഈ ബാലൻസിലാണ് ലോകം. ഒരിക്കൽ എനിക്ക് തോന്നുന്നു ശ്രീ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്, എ നേഷൻസ് സോൾസ് ലൈസ് ഇൻ ഇറ്റ്സ് ബാലൻസ്. ഒരു രാജ്യത്തിന്റെ ആത്മാവ് അതിന്റെ സന്തുലനത്തിലാണ്. ഏതെങ്കിലും ഒരു പാർട്ടി മതി, ഒരു വിഭാഗം മാത്രം മതി, ഒരു കാര്യം മാത്രം മതി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല. ഇപ്പൊ ഈ നോർത്ത് കൊറിയയിലെ ഇലക്ഷൻ നടന്ന് ശ്രദ്ധിച്ചു കാണും. 99.6% ആൾക്കാരും കിം ജോങ് ഉന്നിനെ വോട്ട് ചെയ്തു. എന്തിനാണ് ഈ കാശ് മുടക്കി വോട്ട്? അപ്പൊ അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിന്റെ മനോഹാരിത ഈ ഡിഫറൻസുകളുണ്ട്, ഈ ഫൈറ്റിംഗ് സ്പേസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആ ജനാധിപത്യത്തിന്റെ വൈബ്രൻസ്. ഇനി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പാർട്ടിയുടെ പേരല്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയെന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് CPM-കാർ പാർട്ടി കോൺഗ്രസ് നടത്തുന്നത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വലിയ മൂവ്മെന്റ്. അത് ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ എംപയറായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിച്ച മൂവ്മെന്റാണ്. അതായത് ലോക ചരിത്രത്തിൽ 2 വലിയ എംപയേഴ്സ് ആണ് ഉണ്ടായിരുന്നത്, ചെങ്കിസ് ഖാന്റെയും പിന്നെ ബ്രിട്ടീഷ് എംപയറും. അതിലെ ബ്രിട്ടീഷ് എംപയറിനെ, ഈ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ തോൽപ്പിക്കുന്നത് ഈ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ളതാണ്. എന്നാൽ ഗാന്ധിജിക്ക് കോൺഗ്രസ് ഉള്ളിൽ നിന്ന് വിമർശനങ്ങൾ നേരിട്ടുണ്ട്. ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസും കൂടെ ആശയപരമായ വ്യത്യാസമാണ്. അച്ഛനും മോനും പോലെയായിരുന്നു അവർ. പക്ഷേ ആശയപരമായ വ്യത്യാസമാണ്. നെഹ്റുജിയായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. നെഹ്റുജിയും സർദാർ പട്ടേൽ വഴിയുണ്ട്. ഗാന്ധി ചില സമയത്ത് അവരോട് ചൂടായി പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളോട് മിണ്ടൂല, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ. ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളില്ലേ, അമ്മ മക്കളോട് പറയുന്നത് പോലെ. ഈ നന്മ ആ കോൺഗ്രസിനുണ്ട്, അതിൻ്റെ DNA-യിൽ അതുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഞാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതെന്നുള്ളത്. CPM-കാരനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഖാവോ നമ്മളോടൊന്ന് ചോദിക്കുകയാണ്, വോട്ട് ചോദിച്ചാൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നീട് കാണുമ്പോൾ അവർ പറയും നിങ്ങളൊക്കെ വർഗ്ഗ ശത്രുക്കളാണ്. BJP-കാരോട് ചോദിച്ചിട്ട് അവർ വോട്ട് കൊടുത്തില്ലെങ്കിൽ നീ ഒക്കെ ദേശദ്രോഹികളാണ്, രാജ്യദ്രോഹികളാണ്. പക്ഷേ കോൺഗ്രസ്സുകാരൻ നമ്മളോട് വോട്ട് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും അടുത്ത പ്രാവശ്യം എന്ന് പറയും ചേട്ടാ വോട്ട് ചെയ്യണേ. ഇത് കാരണമാണ് ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെ അവർ ശത്രുക്കളായി കാണില്ല. പിഷാരടി എന്ന് തോന്നുന്നു. പിഷാരടി മനോഹരമായിട്ട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ചിരിക്കും. ചില കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ നമുക്ക് സഹാക്കൾ ഒരുപാട് പേര് സുഹൃത്തുക്കളാണ് കേട്ടോ, മോശമായി പറയല്ല. കണ്ടാൽ ലോകത്തിന്റെ ഭാരം മുഴുവൻ അവരുടെ തലയിലൂടെയാണ് പോകണമെന്ന് തോന്നുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും. രമേശ് പിഷാരടിയുടെ ഒരു പ്രയോഗമാണ്. അങ്ങനെയുള്ളവരാണ് നമ്മുടെ പൊതുമണ്ഡലത്തിലേക്ക് വരേണ്ടത്. അത് ഓഫ്കോഴ്സ് ഒരു റിച്ച് ഹിസ്റ്ററിയാണ്. കോൺഗ്രസിന്റെ ചരിത്രം ഇന്നത്തെ അണികളിൽ എത്ര പേർക്ക് അറിയാം, അല്ലെങ്കിൽ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും വളരെ റിച്ച് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ്. ഈവൻ ശശി തരൂർ സാറിന്റെ ബുക്ക് ദ ഗ്രേറ്റ് ഇന്ത്യൻ സ്റ്റോറി, ദാറ്റ്സ് സംതിങ്, ഒരു ബൈബിൾ തന്നെയാണ്. വ്യത്യസ്തമായ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്.
വായിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ശരിക്കും എല്ലാ കോൺഗ്രസ്സുകാരനും എന്നല്ല എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ രാഹുൽ പറഞ്ഞു ഫ്രീ തിങ്കറാണ്, യു ഹാവ് യുവർ ഓൺ ലൈക്ക് കോൺഗ്രസിനെ കണ്ണുടച്ച് എപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളല്ല, യു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻസ്. അപ്പോൾ ഞാൻ ചോദിച്ചോളൂ, ഇപ്പോൾ നമ്മൾ 10 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് കോൺഗ്രസ് വീണ്ടും ഭരണത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്തു എന്നുള്ളൊരു വിമർശനം 10 ദിവസം എടുത്തുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം ഉമ്മൻചാണ്ടി സാറിന്റെ പോസ്റ്റർ കീറിയതൊക്കെ എല്ലാവർക്കും വിഷമമുണ്ടായി. അതായത് കോൺഗ്രസ്സുകാർക്ക് പോലും അല്ല, CPM-കാരും BJP-കാരും പോലും സുഹൃത്തുക്കൾ ബസ്സിൽ പോലും ചാണ്ടി സാറിന്റെ പോസ്റ്റർ കീറുകയൊക്കെ അത് ശരിയായില്ല. ചില സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടായി. അത് ഒഴിച്ചു വെച്ചാൽ അതല്ലേ അതിൻ്റെ നന്മ. ഒന്ന് ആലോചിച്ച് നോക്കി, 63 MLA-മാർ 47 പേരും KC വേണുഗോപാൽ സാറിനെ സപ്പോർട്ട് ചെയ്യാൻ, എന്നിട്ടും പൊതുജനങ്ങളുടെ പൾസ് വേറെയാണെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് തീരുമാനിച്ചത് ആ പാർട്ടിയുടെ നന്മയല്ലേ. ഈ നന്മ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാലേ പാർവതിയുടെ എൻ്റെ സദാവിൻ്റെ വോയിസിന് വിലയുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കി ആൾക്കാരുടെ വോയിസിന് വിലയില്ല. ഇപ്പം ഞാൻ തുറന്നു പറയുകയാണ്, ഞാൻ കൂടുതൽ KC പക്ഷത്തോട് ഇത്രയും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്ന KC വരട്ടെ എന്ന് ആഗ്രഹിച്ച വേറൊരാൾ ഒരു പക്ഷേ രമേശ് ചെന്നിത്തലാജിയാണ്, ഏറ്റവും സീനിയറാണ്, ഏറ്റവും മികച്ച ആഭ്യന്തരമന്ത്രിയായിരുന്നു. വേറെ ആൾക്കാർ പറയും VD സതീശൻ നിലപാടുകളുടെ രാജകുമാരനാണ്. ഇതെല്ലാം ആ പാർട്ടിയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ എനിമിറ്റി ഇല്ലാതെ, ശത്രുതയില്ലാതെ അഭിപ്രായ വ്യത്യാസത്തെ കാണാൻ ഒരു കോൺഗ്രസ്സുകാരൻ്റെ DNA-യിലുണ്ട്. അതായത് എതിരഭിപ്രായം പറയുന്നവനെ ശത്രുവല്ല. അഭിപ്രായം ഇരുമ്പലൊക്കെ ഒന്നും അല്ലല്ലോ. നമുക്ക് ആ അഭിപ്രായങ്ങളിൽ തന്നെ റെസ്പെക്ട്ഫുൾ ഡിഫറൻസ് കണ്ടുപിടിക്കാം എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇനി ആ കോൺഗ്രസ് വൽക്കരണം എല്ലാ പാർട്ടികളിലും ആവശ്യമാണ്. CPM-ൽ ആവശ്യമാണ്, ഇനി മറ്റേ BJP-യിൽ ആവശ്യമാണ്. ഈ പാർട്ടികളിലൊക്കെ ഈ ഹെൽത്തി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അതില്ലെങ്കിൽ ഈ ഇന്ത്യ എന്നല്ല ഒരു രാജ്യവും നിലനിൽക്കില്ല. കാര്യം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. എനിക്ക് ഇത്തവണ VD സതീശൻജിയെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ കാര്യം അദ്ദേഹം KC വേണുഗോപാലിനെ നിർത്തിയൊരു പത്രസമ്മേളനം നടത്തി. കാണേണ്ടതാണ്. KCയുടെ മുഖം സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും ഇങ്ങനെ ചുമന്നു വരുന്നതിൽ ക്ലിയർ ആയിട്ട് കാണാം. അതിൽ VD സതീശൻ പറയാണ്, KC വേണുഗോപാലിനോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യൂ, ഞങ്ങൾ ഇവിടെ നിന്ന് മന്ത്രിമാരുടെ പേര് എഴുതി കൊടുത്ത് അപ്രൂവ് ചെയ്യാനുള്ള ആളാണ് ഇദ്ദേഹം. അത് പറയാനുള്ളൊരു നന്മ ശ്രീ VD സതീശനും അത് സ്വീകരിക്കാനുള്ള മനസ്സ് ശ്രീ KC വേണുഗോപാലിനും ഉണ്ടാകണം. ഞാൻ ഒരു കാര്യം കൂടെ കുറ്റമായിട്ട് പറയല്ല, മുമ്പ് അച്യുതാനന്ദനെ പോലെ വലിയൊരു നേതാവിനെ സീറ്റ് പോലും കൊടുക്കണ്ടെന്ന് പിണറായി വിജയൻ തീരുമാനിച്ച് മാറ്റിയതാണ്. അപ്പം അതിന് പകരം KC, രമേശ് ചെന്നിത്തലാജി, VD സതീശന്റെ ആ സാഹോദര്യം വളരെ സ്വാഗതാർഹമാണ്. മുന്നേ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതിന് മെയിൻ സ്ട്രീമിൽ അവരെ നിർത്തിയത് VS അച്യുതാനന്ദൻ സാറിനെ നിർത്തിയാണ് അവർ അധികാരത്തിൽ വരുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിനെ ഭരണപരിഷ്കാര കമ്മീഷനിലോട്ട് ഒതുക്കപ്പെടുന്നതും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതും. അപ്പോൾ അവരതൊന്ന് ജനങ്ങളുടെ വികാരത്തെ അന്ന് കണക്കിലെടുക്കാതെ എന്നൊന്ന് മുഖ്യമന്ത്രി അവർ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ കോൺഗ്രസിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്റേണൽ പൊളിറ്റിക്കൽ അഭിപ്രായത്തെ നമ്മൾ കണക്കെടുക്കാതെ നമ്മൾ ഡെമോക്രസി, അതായത് ജനങ്ങളുടെ വികാരം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളൊരു മുഖ്യമന്ത്രിയെ നമ്മൾ പ്രഖ്യാപിച്ചത്. ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു പാർട്ടിയിൽ ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വരിക എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ക്വാളിറ്റി അല്ലേ അത്, അല്ലേ? ഇത് ഒന്നാം നിരയുടെ കാര്യമാണ് പറയുന്നത്. VD സതീശൻ, KC വേണുഗോപാൽ സാറ്, രമേശ് ചെന്നിത്തല ജിയൊക്കെ പറയുന്നത് ഒന്നാം നിരയാണ്. കോൺഗ്രസിനകത്തൊരു ശക്തമായ രണ്ടാം നിര ഉണ്ട്. PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, ചാണ്ടി ഉമ്മൻ, ഇങ്ങനെ റോജി ജോൺ, ഇങ്ങനെ അല്ലേ? നമ്മൾ ഈ ബുദ്ധിജീവിയാണെന്ന് അവകാശപ്പെടുന്നവരല്ല ഇത്. പക്ഷേ റിയലായിട്ട് അവരുടെ വായന എന്ന് പറയുന്നത് ഡീപ്പിലായിട്ട് വായിക്കുന്നത്, പരന്ന വായനയുള്ള ഒരുപാട് ആൾക്കാരും അതുപോലെ നോളജുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരു രണ്ടാം നിര കോൺഗ്രസ്സിൽ സജീവമാണ്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് എനിക്ക് തോന്നുന്നു ഇനി ഒരു 10, 30, 40 കൊല്ലത്തേക്ക് സേഫ് സോണിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും പല ലെവലുകളിൽ നമുക്ക് നല്ല ലീഡേഴ്സ് ഉണ്ട്. ഇപ്പൊ ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേറൊരു ചോദ്യത്തിലേക്ക്, ഈ കമ്മ്യൂണിസ്റ്റിൽ നല്ല ലീഡേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇവര് ഈ അവരുടെ പ്രസ്ഥാനത്തല്ലേ കമ്മ്യൂണിസത്തെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പലർക്കും പാളിപ്പോകുന്നത്. നല്ല ലീഡേഴ്സാണ്, യുവ നേതാക്കൾ ഒരുപാടുണ്ട്, പക്ഷെ ഡിഫെൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് അവരെ കയ്യിൽ നിന്ന് പോകുന്നത് പല സമയത്ത്. CPM-ൽ പറഞ്ഞുകൊണ്ട് പറയാൻ ഇപ്പം A. റഹീമുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്ക് നടന്ന മൊണാലിസ നമ്മുടെ ഫർമാൻ്റെ കല്യാണത്തിനൊക്കെ വിഷയം ശ്രീ A. റഹീം ഏറ്റവും അഭിനന്ദനാർഹമായ നിലപാടെടുത്തത്. ഞങ്ങൾ അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ കോർഡിനേറ്റ് വർക്ക് ചെയ്യുകയും ചെയ്തു. ഗോവിന്ദ മാഷും ശ്രീ A. റഹീം നല്ല നിലപാടെടുത്തു. ശ്രീ മുഹമ്മദ് റിയാസ് ഉണ്ട്, ഒരുപാട് അറിവുള്ള, ഒരു പക്ഷേ ഏറ്റവും പണ്ഡിതനും സ്കോളറുമായ സ്വരാജുണ്ട്. സ്വരാജിന് കുറച്ച് നമ്മുടെ പിണറായി വിജയൻ്റെ ഒരു പിടുത്തമുണ്ട്, ഏറുപിടുത്തം ഉണ്ടെങ്കിലും ആൾ ഒരുപാട് സ്കോളറാണ്. അത്രയും അറിവുള്ളൊരു ആൾ വേറെ ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ എന്ന് പോലും സംശയമാണ്. അപ്പം ഒരുപാട് ഇനി BJP-യിൽ ഇതുപോലെ പ്രതിഭയുള്ള മുസ്ലിം ലീഗിലുണ്ട് ഒരുപാട് പേര്, ഫിറോസ് ഉണ്ട്, നമ്മുടെ നവാസ് ഉണ്ട്, ഒരുപാട് പ്രതിഭയുള്ള നേതാക്കൾ. സമദാനിയൊക്കെ നമ്മൾ
അല്ലേ സമതാരിയുടെ ആ കാലഘട്ടത്തിൽ അത്രയും അറിവുള്ള ആൾക്കാർ ഇല്ലായിരുന്നു തന്നെ പറയാം. ഇപ്പോഴും ഇത്രയും മനോഹരമായി പ്രസംഗിക്കുന്ന, അതായത് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഈ മറ്റേ സുമാറിക്കോടൊക്കെ പറയുന്ന പോലെ സാഗര ഗർജനമെന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പം കേരളത്തിന് ഈ പറഞ്ഞൊരു പോയിന്റ്, കേരളത്തിനൊരു വലിയ വെൽത്ത് ഓഫ് ലീഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പോളിറ്റി സേഫാണ്. അതിൽ തന്നെ കോൺഗ്രസ്സിന് ഐഡന്റിഫൈബിൾ ആയ, മാർക്കബിൾ ആയ, ക്രൗഡ് പുള്ളേഴ്സ് ആയ ഒരുപാട് നേതാക്കളും മറ്റുമുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ പുതിയ മന്ത്രിസഭ വന്നു. മന്ത്രിസഭയെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോൾ ഉള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള മന്ത്രിമാരെ കുറിച്ച് എന്താണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം? റൈറ്റ് ഡിസിഷൻസ് ആണോ, റൈറ്റ് ചോയ്സസ് ആണോ ഇപ്പോൾ ഉള്ളത് ഇൻ പ്ലേസ്? കോൺഗ്രസ് ഇന്ന് യുവ MLA-മാരെ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മന്ത്രിസഭ രൂപീകരിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ വെറ്ററൻ ലീഡേഴ്സിനെ അവർ ഒരുപാട് അങ്ങ് തഴഞ്ഞതുമില്ല. വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിപ്പം അവർ ചാർജ് എടുത്തേ ഉള്ളൂ. ബാക്കി നമുക്ക് അവരുടെ ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ആ ഒരു പറയുന്ന കേസിൽ തന്നെ ചോദിക്കട്ടെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വളരെ കഴിവുള്ള ഒരു യുവനേതാവാണ്. അദ്ദേഹം ഇഷ്യൂസ് കാരണം പുള്ളിക്ക് ഇത്തവണ മത്സരിക്കാൻ സാധിച്ചില്ല. മത്സരിച്ചിരുന്നെങ്കിൽ ജയിച്ച് നല്ലൊരു സ്ഥാനത്ത് എത്താമായിരുന്ന ആളായിരുന്നു. ഈ ഒരു പ്രാവശ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് രാഹുൽ അത് വളരെ ഓപ്പൺലി തന്നെ, സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായതിനെക്കാട്ടിലും കൂടുതൽ മേ ബി പ്രശ്നങ്ങൾ രാഹുൽ ഈശ്വറിനെ തേടി വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ വാട്ട് യു ഫീൽ ലൈക്ക്? രണ്ട് കാര്യങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും പരസ്യമായി 2-3 വേദികൾ അടിയായിട്ടുണ്ട്, യുദ്ധമായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം, മുസ്ലിം ലീഗിൻ്റെ ചരൽക്കുന്ന് ക്യാമ്പിൽ ഞങ്ങൾ രണ്ടുമായിരുന്നു ഗസ്റ്റ്. ഞങ്ങൾ വേദിയിൽ തർക്കവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു, രാഹുൽ ഈശ്വർ സ്ലോ പോയിസൺ ആണ്, നോർത്ത് ഇന്ത്യയിൽ അർണബ് ഗോസ്വാമിയാണ് പോയിസൺ, സൗത്തിൽ രാഹുൽ ഈശ്വറാണ് സ്ലോ പോയിസൺ എന്നും നമ്മുടെ വിനു വി ജോണിൻ്റെ ഏഷ്യാൻ്റെ ചർച്ചയിൽ, അതായത് ഏറ്റവും പ്രോമിനൻ്റായ ചർച്ചകളിലൊന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കടുത്ത പ്രയോഗങ്ങൾ ഇത് പറയുകയും കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽ കൂടി ഇരിക്കുകയും ചെയ്തു. ഞാനും പറഞ്ഞു, തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുണ്ടായി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും കഴിവും പ്രതിഭയും ഉള്ള യുവാക്കൾ ഏത് പാർട്ടിയിലെടുത്താലും കുറവാണ്. ജനങ്ങളിപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് നിൽക്കുന്നത്? കാര്യം അദ്ദേഹത്തോട് അനീതി ചെയ്തു എന്നുള്ളതാണ്. ഞാൻ അടക്കമെടുത്ത നിലപാടുകളാണ് പിന്നീട് കോടതികളെല്ലാം എടുത്തത്. അതേപോലെ മിസ് ചെയ്ത വേറൊരാളാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളി. ഇന്നലെ എൽദോസ് കുന്നപ്പള്ളി നിരപരാധിയാണെന്ന് കോടതി വിധിയുണ്ട്, ഇന്നലെയാണ് വന്നത്. വർഷങ്ങളോളം ഒരു വ്യക്തിയെ വ്യാജ പരാതിയിൽ വേട്ടയാടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരമ്പരയായിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ആരാ പറഞ്ഞത്? കോടതി പറഞ്ഞു, ഒന്നാമത്തെ കൺസെൻഷ്വൽ റിലേഷൻഷിപ്പിലേക്ക് പോകാമോ വേണ്ടയോ എന്നുള്ളതൊരു തർക്കത്തിൻ്റെ ചോദ്യമാണ്. ചില ആൾക്കാർ പറയും ആകാം, ചില ആൾക്കാർ പറയും പാടില്ല. പക്ഷേ അതൊരു ഇല്ലീഗൽ ക്രിമിനൽ ആക്ടിവിറ്റി അല്ല, അത് ഡിബേറ്റബിൾ ആക്ടിവിറ്റിയാണ്, പക്ഷേ ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല. രാഹുൽ കൃത്യമായി പറഞ്ഞു, ഞാൻ ഇല്ലീഗലായ യാതൊരു കാര്യവും ചെയ്തിട്ടില്ല. ഇപ്പം രാഹുലിൻ്റെ രണ്ടാമത്തെ പരാതി 100% വ്യാജമാണ്, കോടതി സംശയം പ്രകടിപ്പിച്ചു. മൂന്നാമത്തെയാണ് ഏറ്റവും കൗതുകം. രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഡേറ്റിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ സ്ത്രീ രാഹുലിന് 10,000 രൂപ വിഷുക്കൈ നീട്ടം അയച്ചു കൊടുത്തിട്ടുണ്ട്. ലോകത്തിൽ ആരെങ്കിലും പീഡിപ്പിച്ചതിന് വിഷുക്കൈ നീട്ടം അയച്ചു കൊടുക്കും. അപ്പം ചുമ്മാ കള്ളം പറഞ്ഞ് ആ പ്രതിഭയുള്ള ചെറുപ്പക്കാരനെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കി എന്നുള്ളതാണ് സത്യം. രാഹുലിൻ്റെ ചില നിലപാടുകൾ, രാഹുൽ നെഹ്റുവിയൻ ലെഫ്റ്റാണ്, ജെനുവിനായ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. ശബരിമല വിഷയത്തിൽ നടക്കാൻ രാഹുലിനൊരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. നമ്മൾ വിശ്വാസികളുടെ സെൻസിറ്റിവിറ്റിയെ കുറച്ച് കുറവ് കരുതുന്ന, വിശ്വാസികളെ ബഹുമാനമാണ്, രാഹുൽ ശബരിമലയിലും അമ്പലങ്ങളിലൊക്കെ പോകുന്നതാണ്. എന്നാൽ സതീശൻ ജിയുടെ നെഹ്റുവിയൻ ലെഫ്റ്റാണ്, നമ്മൾ ആ നിലപാടിനെ ബഹുമാനിക്കുന്നു. ഞാനതാ പറഞ്ഞു, ഞാനൊരു റൈറ്റ് കൺസർവേറ്റീവാണ്, അദ്ദേഹം ഒരു നെഹ്റുവിയൻ ലെഫ്റ്റാണ്. പക്ഷേ ഒരാളെ എല്ലാവർക്കും അറിയാം രാഹുലിനെ കുടുക്കിയതാണ്, കള്ളത്തരം ചെയ്തതാണ്, രാഹുലിന് നോട്ടീസ് കൊടുത്തില്ല. ഇനിയും രാഹുലിനെ പെട്ടെന്ന് കിട്ടിയില്ല, രാഹുൽ ബാംഗ്ലൂരിലോടും മറ്റും പോയി. എന്നെ വീട്ടിൽ നിന്ന് പിടിച്ച് 16 ദിവസം ചെയ്തിട്ടു. എന്നെ വീട്ടിൽ ഒരു ഞായറാഴ്ച പിക്ക് ചെയ്ത് നോട്ടീസ് ഒന്നും തന്നില്ല. അപ്പം ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കള്ളക്കേസ് എടുത്തതാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ഇനി അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇനി പോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു നിമിഷം മാറ്റിവെക്കാം. ശ്രീ എൽദോസ് കുന്നപ്പള്ളിയെ സാക്ഷാൽ ഉമ്മൻചാണ്ടി സാർ ഇതേപോലെ അബ്സല്യൂട്ട് വ്യാജ പരാതിയിൽ വേട്ടയാടപ്പെട്ടതല്ലേ. അതിനെക്കുറിച്ചാണ് നമ്മുടെ നിവിൻ പോളിയുടെ സിനിമ പ്രതിച്ഛായ, ബാലേന്ദ്ര മേനോൻ സാറാണ് ഉമ്മൻചാണ്ടിയായിട്ട്. മൂവി കണ്ടായിരുന്നു? ഞാൻ കണ്ടിരുന്നു. രസകരമായ മൂവിയാണ്. അതിൽ ശരിക്കും ഉമ്മൻചാണ്ടി സാറിന്റെ പല ക്യാരക്ടറിസ്റ്റിക്സും അതിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജനകീയത, അദ്ദേഹത്തിനുണ്ടായ വിഷമം. ഉമ്മൻചാണ്ടി സാറിനെ പോലൊരു മനുഷ്യനെ കുറിച്ച് പച്ച കള്ളങ്ങൾ പറഞ്ഞ് നമുക്കെല്ലാം പച്ചക്കള്ളങ്ങളാണെന്ന് അറിഞ്ഞിട്ടും വേണ്ട രീതിയിൽ നമുക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയത് ലോപ്പ് സൈഡഡ് നിയമങ്ങളാണ്. അതുകൊണ്ട് രാഹുൽ തിരിച്ചു വരാം. എനിക്ക് സദാമിന്റെ പൊസിഷൻ അറിയില്ല, കോൺഗ്രസിന്റെ ഉള്ളിൽ, അതായത് കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അത്രയും സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ പറ്റുമെന്ന് എനിക്കല്ല. കോൺഗ്രസിലെ ഒരുപാട് നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുകൊണ്ടെന്ന് ആഗ്രഹമുണ്ട്. അവർ എന്നെ വിളിച്ച് വീഡിയോ ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾക്കാണ്, നമുക്കിപ്പം പറയാൻ പറ്റില്ല, നമ്മുടെ സീനിയർ നേതാക്കളുടെ നിലപാട് പറയട്ടെ എന്ന് പറയും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു പദവിയിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം വരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ കഴിവുള്ള ഒരു നേതാവാണ്. അപ്പോൾ രാഹുലിൻ്റെ
ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് പാർട്ടിയാണ്. ഞാൻ പാർട്ടിക്കുള്ളിലുള്ളതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു അഭിപ്രായം ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്പം പാർട്ടിക്കുള്ളിൽ ശരിക്കും ഒരുപാട് വിഷമം ഉണ്ടായിരുന്നേ. പാർട്ടി ഒരു നിലപാടെടുത്ത് തിരിച്ചു കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വി ഡി സതീശൻ ജിയെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മീഡിയ സെക്രട്ടറി ഉണ്ടായിരുന്നു ശ്രീ സിജി കടക്കൽ, ഞാൻ അദ്ദേഹത്തിന്റെ നമ്പറൊക്കെ വെച്ച് ക്യാമ്പയിൻ ചെയ്തതാണ്. ഫോൺ നമ്പർ പരസ്യമായിട്ട് ഇദ്ദേഹത്തെ വിളിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞ് ആ സമയത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആശയ വടംവലിയേ ഉള്ളൂ. പക്ഷേ ശ്രീ വി ഡി സതീശൻ അതിനുശേഷം ഒരു വാക്ക് പറഞ്ഞ് എൻ്റെ മനസ്സിന് ഒരുപാട് കുളിർമയുണ്ടാക്കി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹം നടപടിയെടുത്തത് ഉള്ളിൽ അത്രമാത്രം വേദന കടിച്ചു പിടിച്ചുകൊണ്ടാണ്. ആ വേദന അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. അത് ഞാനും രാഹുലും നാളെ ഒരു ചർച്ചയിൽ TV വന്നാൽ ഞങ്ങൾ വീണ്ടും അടി തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹം ചെയ്ത എനർജി, അദ്ദേഹത്തെ പോലെ ഒരു നല്ല സോഷ്യൽ മീഡിയ വാരിയർ ഇല്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് അനീതി ചെയ്തു എന്ന തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ്. ഇനിയും ആരുടെയും പേര് പറയുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ വ്യാജ പരാതി ഉന്നയിച്ച വ്യക്തി ഓടി നടന്ന് നമ്മുടെ മന്ത്രിമാരോടൊപ്പം ഫോട്ടോ എടുക്കുകയും അവിടെ വന്ന്, അത് കോൺഗ്രസിൻ്റെ ഒരു നേച്ചറാണ്. ഇപ്പം CPM BJP ആണെങ്കിൽ ചെയ്യില്ല, കോൺഗ്രസ് ആകുമ്പോൾ കുറച്ചുകൂടെ അക്കോമഡേറ്റീവ് ആണ്, അതിന് കുറ്റമൊന്നുമില്ല. പക്ഷേ അവിടെയാണ് കോൺഗ്രസിലെ എന്താ പറയണേ, രാഹുലിന് തിരിച്ചു വരാനുള്ള സമയം അത്രയും പറഞ്ഞു ഞാൻ വെക്കാം. രാഹുലിന് തിരിച്ചു വരാനുള്ള ഫോട്ടോ എടുത്തോണ്ടാണോ? അതുകൊണ്ടല്ല, ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് കുറ്റമായിട്ട് പറയുന്നില്ല. കാര്യം ഒരാളെ, ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമില്ലാത്ത ആരോപണങ്ങൾ കാരണം ഒരു വ്യക്തിയുടെ ജീവിതമാണ് പോയത്. നമുക്കൊരു പക്ഷേ ലഭിക്കേണ്ട നല്ലൊരു മന്ത്രിയാണ് പോയത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇനി എന്ന് തിരിച്ചു വരുമെന്നൊന്നും എനിക്ക് അറിയില്ല, വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സദാമിനും സിമിലർ ഒപ്പീനിയൻ ഞാൻ രാഹുലിന്റെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം അതിനകത്ത് എനിക്ക് അതിനകത്തൊരു ആഴത്തിലുള്ള ഒരു ഒപ്പീനിയൻ അതിനകത്ത് എനിക്ക് ഇപ്പം നിലവിൽ പാർട്ടി പഠിച്ചിട്ട് അല്ല, ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ പറയുന്നതല്ല, നമുക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാം. പക്ഷെ ഞാൻ അല്ല ഈ സന്ദർഭത്തിൽ അത് ചില കാര്യങ്ങൾ അങ്ങനെ പറയാം. അദ്ദേഹം കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള കോൺഗ്രസ്സുകാരനായോണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ ഫ്രീ ബേർഡ് ആയതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും. രാഹുൽ, വേറൊരു കേസ് ചോദിക്കട്ടെ. ഇപ്പോൾ നിയമത്ത് താങ്കളെ സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചിരുന്നു, അതിനെക്കുറിച്ച് വാർത്തകൾ കണ്ടിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അതൊന്നുമല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ നിൽക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ എന്നോട് സംസാരിച്ച 1-2 പ്രധാനപ്പെട്ട ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഫീലേഴ്സ് അടക്കം വന്നിരുന്നു. ഞാൻ അവരോട് പറഞ്ഞത്, പുരുഷ കമ്മീഷൻ പോലെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കാര്യം യുവജന കമ്മീഷനൊക്കെ നിന്നല്ലോ. അപ്പം ഇനി കോൺഗ്രസ്സുകാരുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ ആ പേര് പറയാതെ രഹസ്യം തുറന്നു പറഞ്ഞാൽ അവർക്ക് വിഷമമാവില്ല. അവരെന്നോട് പറഞ്ഞു, ഇപ്പം പുരുഷ കമ്മീഷനൊന്നും പറയണ്ട, CPM നമ്മൾ സ്ത്രീ വിരുദ്ധരാണ് ചിത്രീകരിക്കും, തൽക്കാലം നീ യുവജന കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞാൽ മതി, അതിന് ശേഷം നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഈ CPM കുറച്ച് കപടത കാണിക്കുന്നതാണ് ആ വിഷയത്തിൽ. അതാണ് മുഖ്യമന്ത്രിയൊക്കെ കള്ളം പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലാൻ വരെ ശ്രമിച്ചു എന്നൊക്കെ ചുമ്മാ പറഞ്ഞതാണ്. പക്ഷേ പുരുഷ കമ്മീഷൻ പോലെ വല്ല കാര്യങ്ങളോ ദേവസ്വത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആകുമ്പോഴായിരിക്കും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഞാൻ അങ്ങനെ ഒരു MLA മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഇലക്ടോറൽ പൊളിറ്റിക്സിൻ്റെ മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം 2 പിള്ളേരുണ്ട്, ജോലിയുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡിങ്ങോ കാര്യങ്ങളോ ഇല്ല. പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ്. എൻ്റെ അടുത്ത സുഹൃത്താണ്, വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്, നമ്മുടെ ശബരിയാണ് അവിടെ നിന്ന്. ശബരി ഇപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ട്. ശബരി ഗംഭീരനാണ്, അതും കാർത്തികൻ സാറിൻ്റെ മകനാണ്. അപ്പോൾ വലിയൊരു ആ ലെഗസിയുള്ള ഫാമിലിയിൽ നിന്നാണ്. ശബരി അടക്കമുള്ളവരാണ് നല്ലത്. പിന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് വേറൊരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു CPM വേഴ്സസ് BJP എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അല്ലെങ്കിൽ ശബരി കുറച്ചുകൂടെ ശക്തമായിട്ട് പെർഫോം ചെയ്യേണ്ടതായിരുന്നു. ശബരിക്ക് ഇനി മറ്റൊരു അവസരത്തിൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ശബരിയുടെ പോസ്റ്റ് കൺഫേം ആയിട്ടില്ല കേട്ടോ. സോറി അല്ല, ഞാൻ വാർത്തകൾ കണ്ടു. വാർത്തകൾ അങ്ങനെ നിയമത്തെ ഈ സ്ഥാനാർത്ഥം ഈ പത്രവാർത്തകളാണല്ലോ, എല്ലാ മീഡിയാസ് ഇടുന്നതാണ്. ഞാൻ പുള്ളിയെ കോൺടാക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് പാർട്ടിക്കുള്ളിൽ കുറച്ചുപേരായിട്ട് ചർച്ച ചെയ്തു. ഈ നിയമത്താണ് ഏറ്റവും അവസാന സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത്. കാരണം അതിനകത്തൊരു ശക്തമായ ത്രികോണ മത്സരം വരുന്ന ഒരു മണ്ഡലമാണ് നിയമം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ചെറിയ റിസ്ക് ആണ്, പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി കുറച്ച് റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ്. ചർച്ച ചെയ്തപ്പം രാഹുലിൻ്റെ പേര് ഇങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ ഒരു ചർച്ച ചെയ്തപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വന്നത്, രാഹുലിൻ്റെ ഈ മെൻസ് കമ്മീഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു വിഷയം ചർച്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീ വോട്ടറാണ് ഈ ജയം, എപ്പോഴും സ്ത്രീ വോട്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ പാർട്ടികളുടെ ജയം യുവ വോട്ടേഴ്സും സ്ത്രീ വോട്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ സർവേ നടത്തിയപ്പം ഏറ്റവും DMK ഇങ്ങനെ ഒരു പരാജയം വരുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. കാരണം ഈ നോർമൽ വോട്ടേഴ്സിൻ്റെ സർവേ എടുക്കുമ്പോൾ പുരുഷന്മാരാണ് ഈ സർവേകളിൽ കൂടുതൽ പങ്കെടുക്കുന്നത്. DMK അല്ലെങ്കിൽ ഒരു 10 DMK വരുമ്പോൾ 2 ADMK വരുമായിരിക്കും. ഈ TVK എന്ന് പറഞ്ഞ സംഭവം ആരും അങ്ങനെ മെയിൻ സ്ട്രീമിൽ എടുത്തില്ല. പക്ഷേ യുവ വോട്ടേഴ്സും സ്ത്രീ വോട്ടേഴ്സും ഏറ്റവും കൂടുതൽ വോട്ടിട്ട് TVKക്കാണ്. അപ്പം അങ്ങനെയാണ് അവിടെ ഒരു അട്ടിമറി ഉണ്ടായത്. പല സ്ഥലങ്ങളിലും ഈ സ്ത്രീ വോട്ടേഴ്സിൻ്റെ ഒരു പ്രശ്നം അവിടെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്
ഔദ്യോഗിക ചർച്ചയല്ല കേട്ടോ, അത് അങ്ങനെ കാണരുത്. കോൺഗ്രസ് നമ്മളല്ലാണ്ട് ഒരു സ്ഥാനാർത്ഥി വരും എന്ന് പറയുമ്പോൾ ഞാൻ നേമത്തെ വോട്ടറാണ്. അപ്പം നമ്മൾ ലോക്കലി ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ യുവ വോട്ടേഴ്സ് ഒരുപാട് പേര് രാഹുലിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്സസ് കുറച്ചുകൂടെ രാഹുലിന് എളുപ്പമാണ്. അങ്ങനെ ഒരു സ്റ്റഡി നമ്മളിൽ ഉണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. അല്ല, അത് ഞാൻ നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യം അതാണ്. കുറച്ചൊരു കൺഫ്യൂസ്ഡ്, ലൈക്ക് നമുക്ക് ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ രാഹുൽ നമ്മളൊരു ഹിന്ദുത്വ രീതിയിലുള്ള എന്തെങ്കിലും ഇപ്പോൾ അമ്പലത്തിന് റിലേറ്റഡ് അല്ല നമ്മുടെ ഭക്തി, നമ്മുടെ വിശ്വാസങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ രാഹുൽ വളരെ ശക്തമായിട്ട് പ്രതികരിക്കാറുണ്ട്. ഇൻഫാക്ട് എനിക്ക് 2016 BJP-യുടെ ഒരു സ്ഥാനാർത്ഥി അയക്കാം എന്നുള്ള രീതിയിലുള്ളൊരു അവരോട് സ്നേഹത്തോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഇലക്ടോറൽ പൊളിറ്റിക്സിൽ താല്പര്യമില്ല. ഒരു കാര്യം കൂടെ, ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. അപ്പം ഹിന്ദുത്വം അല്ല നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു കൺഫ്യൂഷൻ, ഈ രണ്ട് വാക്കുകളും ആൾക്കാർ എന്താ പറയുക സിനോണിംസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയല്ല, ഹിന്ദു വേറെ ഹിന്ദുത്വം വേറെ. ഹിന്ദുത്വം എന്ന് പറയുന്നത് വീര സവർക്കറുടെ ഒരു ഐഡിയോളജിയാണ്. അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്, അദ്ദേഹം ഒരു വിശ്വാസിയൊന്നുമല്ല. അദ്ദേഹം വിശ്വാസിയല്ലെന്ന് മാത്രമല്ല, പശു സംരക്ഷണം, വിശ്വാസം, ദൈവം, ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം താല്പര്യമില്ല. അദ്ദേഹം മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മതം രാഷ്ട്രീയത്തിൽ എന്ന ഫ്രെയിം വർക്കിൽ ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ ഗാന്ധിജി ഹിന്ദുവാണ്, സ്വാമി വിവേകാനന്ദൻ ഹിന്ദുവാണ്. അതുകൊണ്ടാണ് ശശി തരൂറൊക്കെ ആ ലൈൻ പിന്തുടർന്ന് വൈ ആം എ ഹിന്ദു എന്ന് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ശശി തരൂർ സാറിൻ്റെ വൈ ആം എ ഹിന്ദു എന്നുള്ളത്. അതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ശിവവിശ്വാസിയാണ്. കാര്യം ഹിന്ദു വേറെ ഹിന്ദുത്വം വേറെ. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. അപ്പോൾ ആ ഹിന്ദു എന്ന് പറയുന്നത് ഒരു പ്ലൂറലിസ്റ്റിക് ആണ്, ബഹുസ്വരവാദിയാണ്, മതസൗഹാർദ്ദവാദിയാണ്. നമ്മുടെ DNA അതുകൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ കോടിക്കണക്കിന് ആൾക്കാർ പോകുമ്പോൾ അവിടെ വാവര് സ്വാമി, അയ്യപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മുസ്ലിമാണ്. ഈ വാവര് സ്വാമി ഇവരുടെ രണ്ടുപേരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, വെളുത്ത എന്നാണ് പറയുന്നത്, വെളുത്തച്ഛൻ. ആലപ്പുഴ അർത്തുങ്കൽ പള്ളിയിലാണ്. അവിടെ പോയിട്ടാണ് അവിടുത്തെ ആൾക്കാർ വരുന്നത്. നമ്മുടെ നാടിൻ്റെ മഹത്വം ഇതാണ്. ഗാന്ധിജി നമ്മുടെ കൊടി ഡിസൈൻ ചെയ്യുമ്പോൾ പിങ്കാളി വെങ്കയോടാണ് ഗാന്ധിജി കൊടി ഡിസൈൻ ചെയ്യാൻ പറയുന്നത്. ഗാന്ധിജി കളർ കൊടുക്കുമ്പോൾ ഗാന്ധിജി പറയുന്നത് ഹിന്ദു കളർ വേണം, അല്ലെങ്കിൽ മുസ്ലിം കളർ വേണം, ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കളർ വേണമെന്നാണ്. 13 ഏപ്രിൽ 1921. ഈ ബാലൻസാണ് ഇന്ത്യ. ഈ ബാലൻസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ആവും. ഗാന്ധിജി എവിടെയാണ് പറയാം നമുക്ക് ഹിന്ദു വേണം, ക്രിസ്ത്യൻ വേണം, മുസ്ലിം വേണം, എല്ലാവരും വേണം. ഈ ബാലൻസിലാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. ഇതിനെ മതസൗഹാർദ്ദമെന്നോ ബഹുസ്വരതയെന്നോ മതേതരത്വമെന്നോ മതനിരപേക്ഷതയെന്നോ പിന്നെന്താ വിശ്വമാനവികതയെന്നോ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഈ പേരിലാണ് പല ആൾക്കാർക്കും പ്രശ്നം. എന്ത് പേര് വിളിച്ചാലും ഈ ആംഗിൾ പിന്തുടരുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന രാഷ്ട്രീയത്തിലും ബഹുസ്വരതയെന്നും മറ്റും വിളിക്കുന്ന ഈ സാധനം വേണം. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഹിന്ദുത്വം അല്ല, ഹിന്ദു എന്ന് പറയാൻ പറഞ്ഞതാണ്. നേരത്തെ നമ്മൾ നിയമത്തിൻ്റെ കേസ് പറഞ്ഞപ്പം സദാം പറഞ്ഞു ഇതുപോലെ മെൻസ് കമ്മീഷനിലോട്ടുള്ള ഒരു ചായ്വ്, അതിനെക്കുറിച്ചുള്ള തോട്ട്സ്, രാഹുലിൻ്റെ തോട്ട്സ് അതിലൊരു മെയിൻ ഒരു ഡിസൈഡിങ് ഘടകമാണെന്ന് പറഞ്ഞിരുന്നു. രാഹുലിൻ്റെ എന്താണ് ലൈക്ക് പൊളിറ്റിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ യു സെഡ് യുവർ സെൽഫ്, എനിക്ക് പൊളിറ്റിക്സിൽ അങ്ങനെ ആക്റ്റീവ്ലി ഇറങ്ങി ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഞാൻ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. പക്ഷേ നിർബന്ധമായ ഒരു മെൻസ് കമ്മീഷൻ പോലെ എന്തെങ്കിലും വേണം. ഇനി മെൻസ് കമ്മീഷൻ എന്ന പേരിന് പ്രശ്നമുണ്ടെങ്കിൽ ആണുങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേറെ എന്തെങ്കിലും പേരിൽ ഒരു കാര്യം ചെയ്താൽ മതി. സാധാരണ ഈ കമ്മീഷൻ വരുന്നത് സമൂഹത്തിൽ ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് സപ്പോർട്ടാണ്, എയ്ഡിനാണ് ഈ കമ്മീഷൻ എന്ന് പറയുന്ന സംഭവം വരാറുള്ളത്. അങ്ങനെയാണ് വിമൻസ് കമ്മീഷൻ, മൈനോറിറ്റി കമ്മീഷൻ, യുവജന കമ്മീഷൻ അങ്ങനെ വരുന്നത്. അപ്പം മെൻസിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ അത് എത്രത്തോളം പോസിബിൾ ആണ് കോൺഗ്രസ്. ഞാനതിന് കൗണ്ടർ ആർഗ്യുമെന്റ് പറയുന്നത്, അതായത് ഇപ്പം നമ്മൾ കമ്മീഷൻ വെക്കുന്നത് സമൂഹത്തിൽ പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡിസഡ്വാൻസ്ഡ് ആൾക്കാർക്കാണ്. അപ്പം ഞാൻ പലപ്പോഴും അതിന് കൗതുകമായ കൗണ്ടർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ യൂത്ത് കമ്മീഷനോ അപ്പം യൂത്ത് കമ്മീഷന്റെ മാതൃക തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് നമ്മളാണ്. 2 വർഷം മുമ്പ് മോദിജിയുടെ ഗവൺമെന്റ് നാഷണൽ യൂത്ത് കമ്മീഷൻ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ബില്ലൊക്കെ ആയിട്ടുണ്ട്. ഇനി 2 മെൻസ് കമ്മീഷന്റെ ബില്ല് നമ്മുടെ രാജ്യസഭയിൽ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായ ഡോക്ടർ അശോക് അദ്ദേഹം ഓൾറെഡി അവതരിപ്പിച്ചു. ഇനി 2 ഇപ്പം പുരുഷ കമ്മീഷന്റെ പേര് വരുന്നതിനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് വേണ്ട. പ്രധാനമായിട്ട് 1-2 നിയമത്തിന്റെ ചേഞ്ച്, പ്രധാനപ്പെട്ട ചേഞ്ച്, പെൺകുട്ടിയുടെ പേരിപ്പോൾ നമുക്കൊരു കേസിൻ്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ പറയാൻ കഴിയില്ല. ഇതേപോലെ കുറ്റാരോപിതനാകുന്ന പുരുഷൻ്റെ പേരും കോടതി തെറ്റുകാരനാണെന്ന് കാണുന്നതുവരെ പുറത്തു വിട്ടരുത്. അപ്പം അങ്ങനെയാകുമ്പം നെയിം ആൻഡ് ഷെയിമിന് വേണ്ടി മാത്രം പേരെടുക്കുന്ന പ്രവണത മാറിക്കിട്ടും. അപ്പം ഇത് പോസിബിൾ ലീഗൽ റിഫർമേഷനാണ്. ഞങ്ങളിപ്പോൾ അത് വെച്ചൊരു ക്യാമ്പയിൻ്റെ സാധനത്തിന് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് പുരുഷ കമ്മീഷൻ പിന്നീട് നമുക്ക് ആലോചിക്കാം, വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ എത്ര സിനിമാ നടന്മാരെ ചൂഷണം ചെയ്യാന്നറിയാമോ? കാര്യം ഇന്ന് അറസ്റ്റ് ചെയ്യും. കേസൊക്കെ പക്ക ഫേക്ക് ആയിരുന്നു. അത് രാഹുൽ തന്നെ ഒരു നിവിൻ പോളിയുടെ ഭാഗ്യം, നിവിൻ പോളി കേരളത്തിലായിരുന്നു, പെൺകുട്ടി ദുബായിലും. ഇല്ലെങ്കിൽ നിവിൻ പോളി അറസ്റ്റ് ചെയ്യേണ്ടി വരും. ആദ്യം അറസ്റ്റ് പിന്നീട് ചോദ്യം. ആ ഒരു പ്രവണത ചേഞ്ച് ആവേണ്ടത്. അത് നമ്മൾ നിലവിലുള്ള നിയമത്തിൽ ഒരു അമെൻഡ് ചെയ്ത്
തീരാവുന്ന ഇതാണ് പ്രശ്നമുള്ളൂ. കോൺഗ്രസിലെ നല്ല സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മതി. ഇപ്പം എനിക്ക് മെൻസ് കമ്മീഷൻ വന്നിട്ട് അതിൻ്റെ സാധിക്കണമെന്നുണ്ടായിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകും. ഇപ്പം ബാലേന്ദ്ര മേനോൻ സാറിന് ഈ വിഷയത്തിൽ ഇതേപോലെ കള്ളപ്പരാതിപ്പെട്ട ബാലേന്ദ്ര മേനോൻ സാറിനോട് നേരിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നു. അപ്പം എന്ത് പറ്റി സാർ, എനിക്ക് അവരുടെ ഫേസ് നോക്കാൻ കഴിയുന്നില്ല. കാര്യം പുള്ളിക്കെതിരെ കണ്ടിന്യൂസ് കള്ളപ്പരാതി പറഞ്ഞൊരു സ്ത്രീ വരികയാണ്. ഈ സ്ത്രീ തന്നെയാണ് മുകേഷ് ഏട്ടനെതിരെ അല്ലെങ്കിൽ ശ്രീ മുകേഷ് എംഎൽഎക്കെതിരെ ബാക്കി പലർക്കെതിരെ 12 പേർക്കെതിരെ പരാതി, വേറൊരാൾ വന്നിട്ട് 14 പേർക്കെതിരെ പരാതി. എന്താ പറയാൻ അറിയാം, ഫേസ്ബുക്ക് എഴുതിയിടും, ഏതെങ്കിലും മീഡിയക്കാരെ വിളിച്ച് പറയും. അപ്പോൾ ഒരു പടയായിട്ട് മീഡിയ വന്ന് കവർ ചെയ്യും. മീഡിയക്കാർക്ക് ആവശ്യം വേറൊരു സീരിയസ് വാർത്തയും വേണ്ട, പീഡന വാർത്ത. അല്ല, നിലവിലൊരു അറ്റൻഷൻ കിട്ടാനുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്നുള്ള രീതിയിലായി ഈ നിയമങ്ങള് ഇങ്ങനെ ദുരുപയോഗം ഇരാന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര സബ്ജക്റ്റീവ് ആണ്. അത് ജെൻഡർ ബേസ്ഡ് ആയിട്ടൊന്നും നമുക്കത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പൊ ഈ അതിജീവിത പോലെ അതിജീവിതനുമുണ്ട്. ഉമ്മൻചാണ്ടി സാർ ഒരു അതിജീവിതനാണ്, എൽദോസ് കുന്നപ്പള്ളി ഒരു അതിജീവിതനാണ്, നമ്മുടെ നിവിൻ പോളി ഒരു അതിജീവിതനാണ്, രാഹുൽ അങ്ങനെയാവും. കോടതിയുടെ ഫൈനൽ വിധി വന്നാൽ അതിജീവിതനാണ്. ഈ എൽദോസിന്റെ വിധി ഒരു 2 മാസം മുന്നേ വന്നിരുന്ന ഈ പുള്ളി നിലവിൽ നിയമസഭയിൽ ഇരിക്കുവായിരുന്നു. അല്ലെ, പുള്ളിയുടെ ആ പൊളിറ്റിക്കൽ കരിയറിനെ തന്നെ അത് ബാധിച്ചു. എന്നാൽ അത് തെളിയിക്കപ്പെട്ടതുമില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇഷ്യൂ രാഹുൽ സൂചിപ്പിച്ച പോലെ തർക്കം, വീട് തർക്കം, ഇതിനൊക്കെ പോക്സോ കൊണ്ട് കൊടുക്കുകയാണ്. അതായത് 2 പേര് സ്വത്ത് തർക്കമായി. ഈ അടുത്തിടയ്ക്ക് ഞങ്ങൾ ഡീൽ ചെയ്ത കേസ്, ഓട്ടോക്കാരനും ഒരു സ്ത്രീയും തമ്മിൽ മറ്റേ കാശിന്റെ പേരിൽ അടിയായി. ഇയാൾ എന്നെ കയറി പിടിച്ചു എന്ന് സ്ത്രീ കൊടുത്തു. ഇത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ സാധിക്കില്ല. ഇതിൻ്റെ ഏറ്റവും വിയേർഡ് കേസ് ജിതേന്ദ്ര എന്നൊരു സിനിമ തന്നെ അറിയായിരിക്കും, മറ്റേ ഹിന്ദി തുഷാർ കപൂറിൻ്റെ അച്ഛൻ. ജിതേന്ദ്രക്കെതിരെ ഒരു സ്ത്രീ കൊണ്ട് പരാതി കൊടുത്തു. ഇയാൾ 48 വർഷം മുമ്പ് എന്നെ കയറി പിടിച്ചു. അപ്പോൾ അവസാനം കോടതി ചോദിച്ചു, എങ്ങനെ ഇത് പ്രൂവ് ചെയ്യുകയോ ഡിസ്പ്രൂവ് ചെയ്യുകയോ ചെയ്യും? അവൻ ചുമ്മാ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഹേമ കമ്മിറ്റിയിൽ വന്ന ഒരു പരാതി 35 വർഷം മുമ്പ് ഒരാൾ എന്നോട് മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ്. അയാൾക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റും? മരിച്ചുപോയ മാബുക്കോയ്ക്കെതിരെ വരെ കള്ളമെന്ന് ആൾക്കാർ പറഞ്ഞു. അപ്പം ഇത് ആൾക്കാർക്ക് ഈസിയാണല്ലോ കാര്യം. അത് ആ പ്രവണത മാറണം. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. അല്ല, നിലവിലൊരു 80 വയസ്സായ ഒരു വൃദ്ധയായിട്ടുള്ളൊരു സ്ത്രീക്കെതിരെ പോക്സോ, അതായത് ഒരു 6 വയസ്സുകാരനെ പീഡിപ്പിച്ചു. അത് പിന്നീട് അത് തെളിയിച്ചു. പുള്ളി ഈ വൃദ്ധയെ അറസ്റ്റ് ചെയ്തു. വീഡിയോ ഒക്കെ വന്നു. എനിക്കൊരു ഏഷ്യാനെറ്റൊക്കെ അത് കവർ ചെയ്തു. അതിനുശേഷം കോടതി വിധി മാറി വന്നു. അതൊരു കള്ളക്കേസായിരുന്നു. ഇപ്പൊ കസ്റ്റഡി തർക്കം, ഫാമിലി ഇഷ്യൂസ് എല്ലാത്തിലും ഈ പോക്സോ, പ്രത്യേകിച്ച് ഈ പോക്സോ വിഷയങ്ങളും ഇതുപോലെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ആദ്യം അറസ്റ്റ്, പിന്നെ കാര്യം അതോടെ അയാളുടെ ജോലി പോകുന്നു, അയാൾ നാട്ടിൽ സാധനം പോകുന്നു, കുട്ടികളെ പീഡിപ്പിച്ചവനാണെന്ന് പറയുന്നു. ഞാൻ ജയിലിൽ പോയപ്പം തന്നെ എൻ്റെ കൂടെയുള്ള 4-5 പേര് വ്യാജ പോക്സോ കേസിലെ പ്രതികളാണ്. അതായത് അഫെയർ ആണ്, വീട്ടുകാർ പണി കൊടുക്കാൻ വേണ്ടി കൊടുത്തു. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് സ്വത്ത് തർക്കം, പ്രോപ്പർട്ടി തർക്കം, കടം ചോദിച്ചിട്ട് കടം കൊടുത്തിട്ട് തിരിച്ചു മേടിക്കാൻ ചെന്ന് കൊടുത്തില്ല. ഇയാൾ ചീത്ത വിളിച്ചു. അപ്പം ചീത്ത വിളിച്ചു എന്നുള്ള സത്യമാണ്. ഇയാൾക്കത് ഭയങ്കര അപമാനമായി. ഇയാൾ മോളെ കൊണ്ട് പരാതി പിടിപ്പിച്ചു, മോളെ കയറി പിടിച്ചു. ഭയങ്കര കഷ്ടമാണ്. അപ്പം ഇതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. എനിക്ക് തോന്നുന്നു അതിന് കോൺഗ്രസ്സുകാർ കുറച്ചുകൂടെ റീസൺ വേണം. മെൻസ് കമ്മീഷനെ കുറിച്ച് അവർക്ക് 2 അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് വേണമെന്നുള്ള ലാർജർ ഐഡിയയോട് എല്ലാവർക്കും യോജിപ്പുണ്ട്. തീർച്ചയായിട്ടും. തിരിച്ച് വേറൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റിലോട്ട് വരട്ടെ. ഇപ്പോൾ നമ്മൾ പുതിയ ഗവൺമെൻറ് വന്നു, നമ്മൾ 10 വർഷം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ സമയത്ത് സ്ഥിരമായിട്ട് ശബരിമല ഇഷ്യൂസ് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ എന്ത് തരം മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ലോയിൽ ചേഞ്ചസ് എന്തെങ്കിലും ഡു യു എക്സ്പെക്ട്? ചാണ്ടി സാർ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ശബരിമലയെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ലോ ഉണ്ടാക്കുമെന്ന്. അത് പോസിബിൾ ആണ്. 2, എല്ലാ രാഷ്ട്രീയക്കാരോടും ബഹുമാനത്തോടെ ഞാൻ പറയണം. അവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടെ പറയാൻ കഴിയുന്നത്. ശബരിമല സുപ്രീം കോടതി വിധി വന്നപ്പം എല്ലാ രാഷ്ട്രീയക്കാരും നമുക്കെതിരായിരുന്നു. കോൺഗ്രസും എതിരായിരുന്നു, CPM എതിരായിരുന്നു, BJP എതിരായിരുന്നു. അത് നമ്മുടെ VT ബൽറാം, അതായത് എൻ്റെ പരിചയക്കാരനായ സുഹൃത്തു കൂടിയാണ്. VT ബൽറാം അന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു, രാഹുൽ ഈശ്വറല്ല, രാഹുൽ ഗാന്ധിയാണ് നമ്മുടെ നേതാവ്, അതുകൊണ്ട് ഇയാൾ നിലപാടുകൾ അംഗീകരിക്കണം എന്നൊക്കെ. അവസാനം നമ്മൾ പറഞ്ഞ വിശ്വാസികൾ പറഞ്ഞ നിലപാടിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞു എന്നുള്ള നല്ലതാണ്. അവിടെ നന്മയോട് ഓർക്കേണ്ട 1-2 പേരുകളുണ്ട്. അതിലെ ആദ്യത്തെ പേര് മുസ്ലിം ലീഗുകാരാണ്. കാരണം ആദ്യം ഞാൻ ചെന്ന് സഹായം ചോദിച്ചത് മുസ്ലിം ലീഗിനോടും ക്രിസ്ത്യൻ പള്ളികളോടുമാണ്. ആദ്യമായി ശബരിമലയെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരു സംഘടന മുമ്പോട്ട് വന്നത് മുസ്ലിം ലീഗാണ്. അതിന് മുസ്ലിം ലീഗുകാർക്ക് ഒരുപാട് CPM-ൻ്റെ വിമർശനം കേട്ടു. എന്നാലും മുസ്ലിം ലീഗുകാരാണ് സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് മുഹമ്മദ് ബഷീർ സാറിനെ കണ്ടിരുന്നു, കുഞ്ഞാലിക്കുട്ടി സാറിനോട് സംസാരിച്ചിരുന്നു. കാര്യം വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണമെന്നുള്ളതായിരുന്നു. ഞങ്ങൾ പള്ളിയിലെ ചെമ്മാരെടുത്തു പോയി, ഒരുപാട് പള്ളിയിലെ ചെമ്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തു. കാര്യം എല്ലാ വിശ്വാസങ്ങളും അതിൻ്റെ ഒരു പ്യൂരിറ്റിയിൽ നിലനിൽക്കണമെന്നുള്ളതാണ്. പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി നമ്മുടെ നിലപാടിനോടൊപ്പമായി. ആ വിഷയത്തിൽ തന്നെ 3-4 തവണ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തു. 10-22 ദിവസം ജയിലിൽ കിടന്നു. പക്ഷേ അവസാനം നമ്മൾ ജയിച്ചു എന്നുള്ളതാണ്. സ്ഥിരം ജയിൽ പുള്ളിയാണ്. ഞാൻ വെറുതെ ഇന്നൊരു പോസ്റ്റ് ശ്രീ പിണറായി വിജയൻ്റെ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് എഴുതിയപ്പോഴാണ് ഞാൻ വെറുതെ കഴിഞ്ഞ 8 വർഷത്തിലുള്ള 5 തവണ അറസ്റ്റും 10 ജയിലിൽ കിടന്നു.
ഇതിൻ്റെ ഒരു തമാശയും കൂടെ, എൻ്റെ മോൻ യാഗാണ്, സെൻറ് തോമസിലാണ് പഠിക്കുന്നത്. അപ്പോൾ മോനോട് ഞാൻ തമാശയ്ക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് എന്തോ പഴയ കഥ പറഞ്ഞുകൊണ്ടെന്ന് അറസ്റ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി അറസ്റ്റ് വരുമ്പോൾ അച്ഛനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ എനിക്കതിൽ സന്തോഷം തോന്നുകയാണ്. ഞാൻ ജയിലിൻ്റെ വെളിയിൽ തന്നെ പറഞ്ഞു, മോൻ സെൻറ് തോമസിലാണ് പഠിക്കുന്നത്. അപ്പോൾ മോനോട് അവരുടെ ഒരു ടീച്ചർ വന്നു, എന്തോ ഒരു ക്ലാസ് എടുത്തവൻ പറഞ്ഞു, ചുറ്റുമുള്ളവർക്ക് നേരെ തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കണം, യാഗിൻ്റെ അച്ഛനെ പോലെ. ഞാൻ പറഞ്ഞു അങ്ങനെ വലിയൊരു സർട്ടിഫിക്കറ്റാണ് എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് സന്തോഷമാണ്. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയാൻ പറ്റണം എന്നുള്ളത് അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം എന്ന് വിശ്വാസങ്ങൾ പറയുന്നത് സംരക്ഷിക്കപ്പെടണം. അതെ, അതെ, അതിനിപ്പം ശബരിമല ആണെങ്കിലും ഭീമപള്ളി ആണെങ്കിലും ഇനി വെട്ടുകാട് ചർച്ച ആണെങ്കിലും അതെ അവരുടേതായ ഒരു ട്രഡീഷണൽ വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. അതിന് കളങ്കം വരാൻ നമ്മൾ പാടില്ല. എന്തിനാ ചെന്ന് കൈയിടുന്നത്? വിശ്വാസികൾ അവരുടെ രീതി അവരുടെ രീതിയിൽ അങ്ങ് പോകൂലേ. നമ്മൾ അവിശ്വാസിയാണെങ്കിൽ അവിശ്വാസത്തെ നമുക്ക് ആ, കേട്ടിരിക്കാം, അത്രേ അതിന് ഉള്ളൂ, കുഴപ്പമില്ല. അത്രേ പക്ഷേ ഉള്ളൂ. വേറൊരാളുടെ നമ്മൾ ഒന്നിനെ വിശ്വാസത്തെ ഒപ്പോസ് ചെയ്യാൻ പോകണ്ട. അതെ, ഈ അവിശ്വാസവും ഒരു വിശ്വാസമാണ്. അതെ, അതെ. അവിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു വിശ്വാസമല്ലേ. അവർക്ക് വരാതിരിക്കാം. വരാതിരിക്കുക. അതെ. വിശ്വാസികളുടെ സ്ഥലമല്ലേ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും മോസ്ക് ആണെങ്കിലും ചർച്ച ആണെങ്കിലും. അപ്പം വിശ്വാസികളെ ഇന്ന് എല്ലാവരും ആ നിലപാടിലേക്ക് എത്തി. അതെ. അത് നല്ല നിലപാടാണ്. ഇപ്പം അതിലും ഒരു കോൺഗ്രസിന്റെ നന്മ ഞാൻ പറയാം. ശശി തരൂർ സാർ ആദ്യം നമുക്കെതിരായിരുന്നു. ഞാൻ പരസ്യമായി ട്വിറ്ററിൽ അതിരൂക്ഷമായി ശശി തരൂരിനെ വിമർശിച്ച് നിങ്ങൾ എന്ത് തരം വിശ്വപൗരനാണ് ഹേ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ്ലി എഴുതി. അന്ന് ചൂടായി നിൽക്കുന്ന അവസരം, ഞാൻ എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന അവസരമായിരുന്നു. അപ്പോൾ ഞാൻ അന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനൊക്കെ മറ്റേ പുള്ളിയെക്കുറിച്ച് വളരെ നെഗറ്റീവായൊരു പദപ്രയോഗം ഞാൻ നടത്തിയ സുപ്രീം കോടതിയുടെ പരിധിയിലൊക്കെ വന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ്, അല്ലെങ്കിൽ 1 വർഷം തടവ് കിട്ടേണ്ടതാണ്. പക്ഷേ രക്ഷപ്പെടുകയുണ്ടായി. പക്ഷേ ശശി തരൂർ സാറിൻ്റെ ഒരു നന്മ, പുള്ളി അതിന് പരസ്യമായി ട്വിറ്ററിൽ റിപ്ലൈ എഴുതിയിട്ട് പറഞ്ഞു, ആ വികാരം ഞാൻ മാനിക്കുന്നു, ഞാൻ അതിനെക്കുറിച്ച് പുനർചിന്തിക്കാം. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഞാൻ വിചാരിച്ചു ഇനി ശശി തരൂർ കണ്ടാൽ മിണ്ടത്തോലുമില്ല, ചിരിക്കത്തോലുമില്ല. വളരെ രൂക്ഷമായിട്ടാണ് ഞാൻ എഴുതിയത്, നിങ്ങൾ എന്ത് തരം വിശ്വപൗരനാണെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട്. വി ഡി സതീശൻജിക്കും ആദ്യം ഒരു ചെറിയ ഒരു അത്ര സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന നിലപാടായിരുന്നില്ല. അപ്പം എന്നാൽ രമേശ് ചെന്നിത്തലാജി അങ്ങനെയല്ല, ആദ്യം മുതലേ സ്ട്രോങ് ആയി നിൽക്കുകയായിരുന്നു. കെ സി വേണുഗോപാൽ വിശ്വാസിയായിരുന്നു. അപ്പം കോൺഗ്രസ്സിൽ ഈ അഭിപ്രായ വൈവിധ്യമുണ്ട്. ഇന്ന് അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, മോസ്ക് ആകട്ടെ, ചർച്ച ആകട്ടെ, ഗുരുദ്വാരയാകട്ടെ, വിഹാരമാകട്ടെ, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന അവരുടേതായ വിശ്വാസികളുടെ കാര്യത്തിൽ നമ്മളായിട്ട് വെളിയിൽ നിന്ന് ഇടപെടണ്ട എന്നൊരു സ്റ്റാൻഡിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട്. അത് സ്വാഗതാർഹമാണ്. തീർച്ചയായിട്ടും. അതുപോലെ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ കുറച്ച് നേരമായി, അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് കുറച്ചൊന്ന് ട്രിം ഡൗൺ ചെയ്യട്ടെ. ഇപ്പോൾ പൊളിറ്റിക്സ് അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സസ് ആണ്, 2 പേർക്കും ബിസിനസ്സസ് ഉണ്ട് എന്ന് കേട്ടിരുന്നു. അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യൂ. ലെറ്റ്സ് ഹിയർ. ലൈഫോളജിയെ കുറിച്ച് ഞാൻ ലൈഫോളജി എന്നൊരു കമ്പനി വർക്ക് ചെയ്യാണ്, ടെക്നോ പാർക്കിലുണ്ട്. നമ്മളിപ്പോൾ ഫിൻലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കിയോട് ചേർന്നൊരു പ്രോജക്റ്റ് ചെയ്യുകയാണ്. എല്ലാ മാസവും ഒരു 7 മുതൽ 10 ദിവസം വരെ ഫിൻലാൻഡിൽ നിൽക്കേണ്ടി വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എത്തിയത്. 3 ദിവസം ഫിൻലാൻഡിൽ പോവുകയാണ്. എഡ്യൂക്കേഷണൽ മേഖലയിലാണ്. കഴിഞ്ഞ 10-18 വർഷമായിട്ട് ഒരു എഡ്യൂക്കേഷണൽ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതാണ് ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോഴും അഭിപ്രായങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മേഖല തന്നെയാണല്ലേ വിദ്യാഭ്യാസം. പക്ഷേ പല ആൾക്കാരും, ഞാൻ ആ പ്രൊഫൈലും ഈ പൊതു പ്രൊഫൈലും മാറ്റി വെക്കാറുണ്ട്. കാര്യം ഞങ്ങൾ കേരള ഗവൺമെൻറ് അസാപ്പ് എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അസാപ്പിൻ്റെ ആദ്യം 4 വർഷം എടുത്ത് ഞങ്ങൾ 2 ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുകയും പറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസാപ്പിനൊക്കെ ഏതെങ്കിലും മന്ത്രി വരുമ്പോൾ ഞാൻ വേദി എന്തെങ്കിലും ഇരിക്കുന്നതാണോ, മന്ത്രി എന്താ ഇവിടെ, ഞാൻ സാർ ഇത് ഞാൻ എടുക്കുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന പരിപാടി എന്നൊക്കെ പറയും. അപ്പോൾ അതൊരു കൗതുകമായിരുന്നു പല ആൾക്കാർ. അസാപ്പ് ഏത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലാണ് പറഞ്ഞത്? അസാപ്പ് നമ്മുടെ അസാപ്പ് എബ്രഹാം സാറിൻ്റെ, ഡോക്ടർ എബ്രഹാമിൻ്റെ കീഴിലായിരുന്നു. അസാപ്പ് ഒരു പ്രോജക്റ്റായിട്ട് തന്നെ എഡ്യൂക്കേഷൻ ആൻഡ് സ്കില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതാണ് വരുന്നത്. അഡ്വാൻസ് സ്കില്ലിംഗ്, അങ്ങനെ സ്കിൽ ഡെവലപ്മെന്റിന്റെ. ഇപ്പം ഞങ്ങൾ അസാപ്പ് വിട്ടു. ആദ്യം 4 വർഷം ഞങ്ങളുടെ ടീമായിരുന്നു അത് കൺസീവ് ചെയ്ത് നമ്മൾ. ഇപ്പോൾ CBSEയുടെ അടക്കമുള്ള പാർട്ട്നേഴ്സാണ്. നാഷണൽ ഗൈഡൻസ് ഫെസ്റ്റിവൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നത് അതിൻ്റെ അവരുടെ ഭാഗമാണ്. അപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ഗവൺമെൻറ്റുകളോടും സഹകരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രധാന ഇപ്പോഴത്തെ പ്രോജക്റ്റ് ഈ ഫിൻലാൻഡിലെ പ്രോജക്റ്റാണ്. ഫിൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം, ഏറ്റവും എഡ്യൂക്കേറ്റഡ്, സം ഓഫ് ദി ബെസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഫിൻലാൻഡിലാണ്. ഫിൻലാൻഡുമായിട്ട് ചേർന്നുള്ള പ്രോജക്റ്റാണ് ഇപ്പം പ്രധാനമായി ചെയ്യുന്നത്. പ്രൊഫഷണലി വരുവാണെങ്കിൽ ഞാനൊരു കോർപ്പറേറ്റ് അറ്റയർ ഡിസൈനറാണ്. മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഫീൽഡ് ഈ സ്റ്റാർ ഹോട്ടൽസിൻ്റെ അറ്റയേഴ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം താജുമായിട്ട് ഞങ്ങൾക്ക് അസോസിയേഷൻ ഉണ്ട്. താജ് നമ്മുടെ തോമസ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്, പിന്നെ അതുപോലെ രമത പോലത്തെ ഹോട്ടൽസ്, പിന്നെ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതാണ് മെയിൻ ബിസിനസ് ഫീൽഡ്. അതാണ് മെയിൻലി സ്ട്രീം ഞാൻ നോക്കുന്ന ബിസിനസ് ഫീൽഡ് അതാണ്. പിന്നെ അഡീഷണലി വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബിസിനസ്സിനിടയിൽ നമുക്ക് പൊളിറ്റിക്കൽ കാര്യങ്ങൾക്കുള്ള സമയം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടല്ലേ? അത് നമ്മുടെ അത് പാഷനേറ്റ് ചെയ്ത് ചെയ്യുന്നത് കുറച്ച് പൊളിറ്റിക്കൽ, അത് ഒന്ന് പൊളിറ്റിക്സിൽ ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റും. ഭയങ്കര രസമാണത്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് പറഞ്ഞു, ക്രിക്കറ്റ് ആണ് നിങ്ങളെ പ്രധാനമായിട്ടും ഘടിപ്പിക്കുന്ന കാര്യം എന്ന്. അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം രാഷ്ട്രീയം ചർച്ച ചെയ്യും, മതം ചർച്ച ചെയ്യും. ഇപ്പം ഞാൻ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ രാഹുലുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഇമാമാരായിട്ട് രാഹുലുമായിട്ട് ഇരുന്നിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ കുറെ ഡിസ്കഷൻസ് വരും, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും, എല്ലാം ചർച്ച ചെയ്യും. ഞങ്ങൾ പലപ്പോഴും ക്രിക്കറ്റ് ഫീൽഡിൽ ഇരുന്ന് അല്ല, ബാക്കിയുള്ളവർ means കളി അത് കാണുമ്പോൾ നമ്മൾ വളരെ സീരിയസ് വേറെ ഒന്നുമല്ല. ആയിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഗാലറി ഇരുന്നായിരിക്കുന്നേ ഉള്ളൂ. ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴാണ് രണ്ടുപേരും ഒരുമിച്ച് വരുന്നത്. ആ സമയത്ത് മാക്സിമം നമ്മൾ പറയും രണ്ടുപേരും ഒരു ടീമിൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഞങ്ങൾ കഴിഞ്ഞ തവണ ബെല്ലിൻ ടർഫിൽ ഇരുന്ന് ബാക്കി എല്ലാവരും സീരിയസ് ആയി കളിക്കാണ്, വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്സ് അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എത്ര ഇതാവും. നമ്മൾ എത്ര സീറ്റിൽ കോൺഗ്രസ് ജയിക്കും, ഇലക്ഷൻ കഴിഞ്ഞ സമയമാണ്, ജയിക്കും, ആരൊക്കെ ജയിക്കും, ആരൊക്കെ തോക്കും. അപ്പൊ നമ്മള് ഈ 102 സീറ്റ് അന്ന് നമ്മൾ ചർച്ച ചെയ്തില്ല. നമ്മളൊരു 80 സീറ്റിനൊക്കെ UDF കേട്ടോ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തെ എത്ര സീറ്റ്, ഇപ്പം ഭരണവിരുദ്ധ വികാരം വന്നാൽ എത്ര സീറ്റ് കുറയും, ഇവർക്ക് എത്ര സീറ്റ് കൂടും, ടൈറ്റ് ആവോ വരാതിരിക്കുവോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചർച്ചയിലായിരുന്നു. എന്നിട്ട് യൂഷ്വലി ബാറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ ആൾക്കാർ ഓടിപ്പോകും, ബാറ്റ് ചെയ്യാൻ വിളിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം ഇറങ്ങാം, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് ചോദിച്ചു, ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോൾ പുതിയ മന്ത്രിസഭ വന്നു, അടുത്ത 5 വർഷം എന്തൊക്കെയാണ് മേജർ മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കാണും, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഒന്ന്, ശ്രീ VD സതീശൻ ഒരു വിഷണറിയാണ്, വലിയ വിഷണറിയും പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ സ്കില്ലും ഉള്ള ഒരാളാണ്. അതിന് എനിക്കൊന്നും ആർക്കും തർക്കം ഉണ്ടാവില്ല, അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പോലും തർക്കം ഉണ്ടാവില്ല. അദ്ദേഹം അത്തരം കാര്യങ്ങൾ മിടുക്കനാണ്. ശ്രീ രമേശ് ചെന്നിത്തലാജിയെ പോലൊരാൾ ഏറ്റവും ഗംഭീരമായ നമ്മുടെ ആഭ്യന്തരം കൊണ്ടുപോകുന്ന ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേഷൻ കുബേർ അടക്കം കൊണ്ടുവന്നു, ഇപ്പം തൂഫാൻ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇനി മുഖ്യമന്ത്രിയാൻ ഈക്വലി മറ്റൊരു ആളാണ് ശ്രീ K മുരളീധരൻജി. അദ്ദേഹം ലീഡറിൻ്റെ മകനാണ്. ലീഡർ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ കോൺഗ്രസ് നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം ആരോഗ്യത്തിലുണ്ട്. എല്ലാപ്പോൾ ശ്രീ ജനീഷുണ്ട്, യുവജനകാര്യമടക്കം, ശ്രീ വിഷ്ണുനാഥുണ്ട്, സാംസ്കാരികവും സിനിമയൊക്കെ നന്നായി പാടുന്ന ആളാണ്. അപ്പോൾ ശ്രീ വിഷ്ണു അടക്കമുള്ള ഒരുപാട് പേര്, പെട്ടെന്ന് ഓർമ്മ വന്ന ആൾക്കാരുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായ ശ്രീ അനിൽകുമാർജി റവന്യൂ വിഭാഗത്തിൽ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു പോസ്റ്റ് എഴുതിയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അരികെ ചേർക്കപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും ഏറ്റവും ഉന്നതമായ ഒരു നേതാവായി മാറുകയും ചെയ്ത ആളാണ് ശ്രീ അനിൽകുമാർജി. അങ്ങനെ ഓരോന്നും ഒന്നിനും കോൺഗ്രസിന് മാത്രമല്ല മറ്റ് പാർട്ടികൾക്ക് മന്ത്രിമാരുണ്ട്. ശരി, ഇനി അത് പറയേണ്ട ഒരാളുണ്ട്. ഞാൻ ആദ്യം മുതലേ എന്നോട് ചോദിച്ചു ഈ കോൺഗ്രസിൽ തർക്കം ഉണ്ടാകുന്ന ചർച്ചകളിൽ മുഖ്യമന്ത്രി ആരാണെന്ന്. ഞാൻ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാർ ആവട്ടെ. UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ സീനിയർ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പൊളിറ്റിക്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അല്ല, ഒരു സംശയമില്ല. ഇപ്പൊ ഉള്ളതിലേ ഞാൻ എല്ലാവർക്കും ഈക്വലി അർഹതയാണ്. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാറിന്റെ സീനിയോറിറ്റി, സ്റ്റേച്ചർ, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്, എല്ലാവരും കുഞ്ഞാലിക്കുട്ടി സാർ പറയുന്ന വിലയ്ക്ക് അദ്ദേഹം മെഷർ ചെയ്തേ സംസാരിക്കും. അപ്പൊ ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ, ശ്രീ ഷാജി, ഒരുപാട് പ്രതിഭയാണ്. ഇനി CP ജോൺ സാർ, പഴയ ത്രയങ്ങളിൽ ജീവിച്ചിരിപ്പുള്ള കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, കുഞ്ഞുഞ്ഞ്, ആ 3 പേരിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളത് കുഞ്ഞാലിക്കുട്ടി സാറ് മാത്രമാണ്. അപ്പം പുള്ളിക്ക് കേരള രാഷ്ട്രീയത്തിൽ അത്രയും പ്രസക്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ. ഓരോ കാര്യങ്ങളും ഒന്നിനൊന്നും മെച്ചമാണ്. ഇപ്പൊ CP ജോൺ നേരത്തെ പറഞ്ഞു എക്സലന്റ് എക്കണോമിസ്റ്റ് ആണ്. ഇത്രയും ഞാൻ നേരിട്ട് കണ്ട് പരിചയം, 25 വർഷമെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഭയങ്കര എക്കണോമിസ്റ്റ് ആണ്. ഓരോ പാർട്ടിയും പെട്ടെന്ന് ഓർമ്മ എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പം മുസ്ലിം ലീഗിന്റെ ആണെങ്കിലും ഇനി അവരെ നയിക്കുന്ന തങ്ങൾ കുടുംബം എന്നും ഒരു സ്പിരിച്വലായി സ്വന്തം കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തും പൊതുസമൂഹത്തിന് നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് വലിയൊരു മനസ്സാണ്. ആ മനസ്സിൻ്റെ ഒരു നന്മ വലുതാണ്. അപ്പം നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കേണ്ടതാണ്. ഞങ്ങൾ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലൊരു ചർച്ച വന്നപ്പോൾ ഞാൻ അവിടെ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് ശരിക്കും ഒരു ഹിന്ദു ലീഗാണ് വേണ്ടത്. മുസ്ലിം ലീഗിൻ്റെ മാതൃകയിലുള്ള ഒരു ഹിന്ദു ലീഗാണ്. ഇപ്പം ഞങ്ങളുടെ ഹിന്ദു കമ്മ്യൂണിറ്റി പലപ്പോഴും നടക്കുന്നത്, ആരെങ്കിലും കൂടിയിരുന്നിട്ട് സംസാരിച്ചു തുടങ്ങി അപ്പം ബാക്കി ആരെങ്കിലും കുറ്റം പറയുകയാണ്. ഈ വിദ്വേഷം ഭയങ്കരമായിട്ട് നമ്മുടെ വിഭാഗങ്ങളിലടക്കം വരുത്തുണ്ട്. അത് മാറി എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും സ്വന്തം താല്പര്യങ്ങൾ മറന്നുപോലും എല്ലാവർക്കും ഇത് ഇങ്ങനെയാണ് ഒരു കുടുംബം മുമ്പോട്ട് പോകണം അല്ലേ. ഒരു കുടുംബത്തിൽ 3 സഹോദരങ്ങളുണ്ട്. 3 സഹോദരങ്ങളും സ്വന്തം താല്പര്യം മാത്രം നോക്കുകയാണെങ്കിൽ കുടുംബം അടിച്ചു പിരിയും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്തും ഒരുമ കണ്ടെത്തിയുമല്ലേ ഒരു നാട് പോകണം. അപ്പോൾ ഓരോരുത്തരും ശ്രീ റോജി എം ജോൺ, ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നവരുടെ പേരും. അപ്പം എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. വളരെ പ്രതിഭാസമ്പന്നമായ ഒരു ടീമാണ്. എങ്ങനെ പോകുന്നു എന്നുള്ളത് ആൾക്കാരെല്ലാം കാത്തിരിക്കുന്നുണ്ട്. എല്ലാ സ്റ്റെപ്സും പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റേഷനിൽ വരുമ്പോൾ അത് എക്സലൻ്റ് ആവുന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇരുന്നിട്ട് ആഴ്ചകൾ പോലും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം കൊടുക്കണം, എന്നാലേ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. അതുപോലെ ഷിബു ബേജോൺ പോലത്തെ നേതാക്കന്മാര് അല്ലേ, അവരൊക്കെ ഓൾറെഡി പെർഫോം ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു 20-30% എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരു 70% പുതിയ കഴിവുള്ള ആൾക്കാരെയും ആണ് നിലവിലെ മന്ത്രിസഭയിൽ നിയോഗിച്ചിട്ടുള്ളത്. അപ്പം സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനാണ് അഭിപ്രായം. പിന്നെ ഒരു ചെറിയ ദുഃഖമുള്ളത് ചാണ്ടി ഉമ്മനെ പോലത്തെ യുവ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മൻ ഒരു വെൽ പോളിഷ്ഡ് പൊളിറ്റീഷ്യനാണ്. ഇപ്പോൾ പുള്ളിയുടെ മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന് വളരെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ എന്നുള്ള ഐഡന്റിറ്റി തന്നെ ഏറ്റവും വലുതാണ്. പക്ഷേ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ചാണ്ടി ഉമ്മൻ
ബൈപ്പാസ് അതായിരുന്നു. അതെ അതെ. ആ കഴിഞ്ഞു. അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ ഭൂരിപക്ഷത്തെക്കാൾ എത്രയോ മടങ്ങ് ഭൂരിപക്ഷം പുള്ളി ഉയർത്തി. പിന്നെ പുള്ളിയുടെ ക്യാമ്പയിൻ, അതായത് നമ്മൾ ഈ സ്വയറിംഗ് സെറമണിക്ക് പുള്ളി വന്നപ്പോഴേ അവിടെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലോസ് ചെയ്ത് ചാണ്ടി ഉമ്മനെയാണ്. ചാണ്ടി ഉമ്മൻ അത് ഭയങ്കര ജനകീയനാണ്. അത് ഉമ്മൻചാണ്ടി സാറിന് ഇത് കിട്ടുന്നതാണ്. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരുപാട് പേര്, ശ്രീ സിദ്ദിഖ് ഒരുപാട് പേരുണ്ട്. പേരിലുള്ള സാമ്യതയും പുള്ളിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളി അറിയാത്ത പലർക്കും അറിയാത്ത രഹസ്യം, പുള്ളി നന്നായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളും കൂടെ. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഞങ്ങള് ഞാൻ രാഹുൽ ചാണ്ടി ഉമ്മനൊക്കെ ഒരുമിച്ച് നന്നായി ഓസ്പിൻ ബോൾ ചെയ്യും, നന്നായി ബാറ്റ് ചെയ്യുകയും ചെയ്യും. കായികമായിട്ട് പുള്ളി സൈക്കിളിലൊക്കെ അല്ലേ അതെ 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 സത്യപ്രജ്ഞയ്ക്ക് വന്നത്. ആൻഡ് ഓൾസോ പുള്ളിയുടെ കേസ് ഇപ്പം നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പോൾ അത്രയും വലിയൊരു ഷൂസ് ഫില്ല് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അത്രയും ആളുകളുടെ സ്നേഹം ലഭിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് പകരം വന്നു, അല്ലെങ്കിൽ ആ ഒരു റോളിൽ വന്നിട്ട് ഇറ്റ്സ് വെരി ഹാർഡ്. ഹി ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ് ഓൺ ദാറ്റ് ആസ് വെൽ. അല്ല, ചാണ്ടി സാർ ഈ ജനങ്ങളുടെ ഇടയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ പെട്ടെന്ന് ഓർമ്മയ്ക്ക് ഒരു ഉദാഹരണം കൂടെ പറയാം. എൻ്റെ മുത്തശ്ശൻ്റെ 80 വയസ്സിലെ പിറന്നാൾ. അപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും നമ്മൾ വെറുതെ ഒരു എഴുത്തയച്ചു, ഇനി എല്ലാവരും കൂടെ വരണ്ട, ഐ മീൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പിന്നെ ഒരു കേർട്സിക്ക് വേണ്ടി അയച്ചു. ചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന സമയമാണ്. അപ്പോൾ ആരും വരുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അടുത്തുള്ള ഒരു കൊല്ലം വന്നിട്ട് പോകുന്നു. 11 മണിയായപ്പോഴത്തേക്ക് പോലീസുകാർ വന്നു, പറഞ്ഞു ചാണ്ടി സാറ് വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ പുള്ളി പുറപ്പെട്ടു. കൃത്യമായി ചെങ്ങന്നൂരിനടുത്തുള്ള MLA-മാർ ചാണ്ടി സാർ എത്തി എന്നറിഞ്ഞിട്ടാണ് എത്തിയത്. ചാണ്ടി സാർ കൃത്യമായി വന്നു, മറ്റേ ഷോളും കാര്യങ്ങളും ഇട്ടു പോയി. ഭയങ്കര ജനകീയനാണ്. അതൊരു വല്ലാത്ത കാര്യമാണ് കേട്ടോ. പുള്ളി ജനങ്ങളുടെ ഇടയിലായിരുന്നല്ലോ. പുള്ളി ജനങ്ങളുടെ നടുക്കായിരുന്നു. ഈ കുറെ ഒരു ആൾക്കൂട്ടം കണ്ടാൽ, ഈ നമ്മളെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഈ ആൾക്കൂട്ടം കണ്ടാൽ അവിടെ ഉമ്മൻചാണ്ടി സാർ, നമ്മൾ ഇപ്പോൾ ആൾക്കൂട്ടം കണ്ടാൽ വിചാരിക്കും അവിടെ എന്തോ ആക്സിഡന്റോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ കാലഘട്ടത്തിൽ, സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആൾക്കൂട്ടം കണ്ട നടുക്ക് ഉമ്മൻചാണ്ടി സാറുണ്ട്, അതാണ് ഇത്ര ആൾ. ഇതായിരുന്നു ചാണ്ടി സാറിനെ കുറിച്ച് തമാശയായിട്ട് പറയും. ഇപ്പോൾ ഒബാമ, അമേരിക്കയിലൊരു പ്രശ്നമുണ്ട്. ചാണ്ടി സാർ ഒബാമാജി, ഞാൻ കേരളത്തിലൊക്കെ സാറിനെ സമയത്ത് സാർ ആരെയും നിരുത്സാഹപ്പെടുത്തി. ഇപ്പൊ പാർവതിക്ക് ഒരു ആവശ്യം പറഞ്ഞു, ഇപ്പം ഫ്രാൻസ് പ്രസിഡന്റിനെ കാണണം, അത് കാണണമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഞാൻ എന്തോ ചെയ്യാനുള്ളത്, സാറിൻ്റെ ഒരു ലെറ്റർ വേണം. പുള്ളിക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ പുള്ളി ചെയ്തു തരും, ആത്മാർത്ഥമായിട്ട് ചെയ്തു തരും. പക്ഷേ അത് വലിയൊരു ക്വാളിറ്റിയാണ്. എൻ്റെ വൈഫ് ദീപയ്ക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ABCD അറിയില്ല. ഒരിക്കൽ ദീപ കൈരളിയിലായിരുന്നു CPM-ന്റെ ചാനലിൽ. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയി. തിരിച്ചു വന്നപ്പോൾ ദീപ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫാനായിട്ടാണ് വന്നത്. ദീപയ്ക്ക് രാഷ്ട്രീയത്തിൻ്റെ ABCD പറഞ്ഞു, ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ക്വാളിറ്റി അതുപോലത്തുള്ള നേതാക്കൾക്ക് ഉണ്ടായി വരികയാണെങ്കിൽ വലിയ കാര്യമാണ്. ഈ ചാണ്ടി ഉമ്മൻ മാത്രമല്ല, എല്ലാ കോൺഗ്രസ് നേതാക്കളും ആ വലിയ മനുഷ്യൻ്റെ പാത പിന്തുടരുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതല്ലേ VD സതീശൻ സാർ പറഞ്ഞല്ലേ, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് അല്ലേ? അതാണ് VD സതീശൻ പറഞ്ഞതാണ് പുള്ളിയുടെ കല്ലറയിൽ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ നമുക്ക് അദ്ദേഹത്തോട് നീതി ചെയ്യാൻ കഴിഞ്ഞില്ല. അത് വലിയൊരു വേദനയാണ്, വലിയൊരു വിഷമം. CPM-ലുള്ള നല്ല ആൾക്കാർക്ക് ഒരു വിഷമമാണ്. ഞാൻ CPM-ലുള്ള സുഹൃത്തുക്കളെ വെച്ചുകൂടെ പറയാം. മാധവൻകുട്ടി സാർ CPM-ലെ ദേശാഭിമാനിയുടെ റെസിഡൻറ്റ്, പുള്ളി അത് പറയുകയും ചെയ്യും. ഞാൻ സാറിൻ്റെ അവസാന യാത്രയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ദേശാഭിമാനിയുടെ റെസിഡൻറ്റ് എഡിറ്ററായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കള്ളക്കേസ് ഒന്നും മിണ്ടാതിരുന്നത്. നമുക്കെല്ലാം അറിയാമായിരുന്നു അത് കള്ളക്കേസായിരുന്നു. അപ്പം അദ്ദേഹത്തോട് നമുക്ക് നീതി ചെയ്യാൻ കഴിയില്ല, അദ്ദേഹം നമ്മളോട് നീതി ചെയ്തു എന്നുള്ളതാണ് സത്യം. പക്ഷെ എനിക്കൊന്ന് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ വളരെ വളരെ ശക്തനായിരുന്നു മരിച്ചതിന് ശേഷമുള്ള ഉമ്മൻചാണ്ടി സാറ് അല്ലേ? നമ്മൾ ജനങ്ങൾ, ഈ താഴേക്കിടയിൽ കുറേ ജനങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ നന്മയെ അറിഞ്ഞതും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അല്ലേ? നമുക്കൊരു സ്നേഹം തോന്നും, നമുക്ക് അതാണ് സത്യം, ഒരു സ്നേഹം തോന്നും. അതിനപ്പുറം ഭയങ്കരമാണ് അങ്ങനത്തെ ഒരാളോട്. അല്ല, രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ ഇല്ലാതെ തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ നമുക്ക് തന്നെ അറിയാം. തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ആക്സസ് ആയിട്ടുള്ള, വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഉമ്മൻചാണ്ടി സാർ എങ്ങനെയാണോ അതുപോലെയുള്ളൊരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. ചാണ്ടിയുടെ ഒരു ഓണസ്റ്റി, എന്നെ അറസ്റ്റ് ചെയ്യുന്ന കഴിഞ്ഞ ശേഷം ആദ്യം വിളിച്ച ആൾക്കാർ ചാണ്ടി ഉമ്മനാണ്. പുള്ളി വളരെ ഓണസ്റ്റ്ലി, രാവിലെ ഇനിയും പറയുമ്പോൾ ശ്രദ്ധിക്കണം, അതായത് ആ കെയർ നമുക്ക് ആ വാക്കുകളിൽ കാണാം. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സൂക്ഷിക്കണം, പറഞ്ഞത് ശരിയായില്ല എന്നാൽ ഇങ്ങനെ പറഞ്ഞത് നന്നായി. ഇതൊരു സുഹൃത്തിനോട് പറയുന്ന ആത്മാർത്ഥയോടെ, കണ്ണടച്ച് എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയല്ല, പറഞ്ഞത് കുറച്ച് ശരിയായില്ല കേട്ടോ, ഇത് പറയാൻ നന്മയുള്ള ഒരാൾക്കേ പറ്റൂ. ഇല്ലെങ്കിൽ എന്നെ വിളിക്കുമ്പോൾ പറയും നീ സംഭവമാണെന്ന്, വേറൊരാളോട് ചീത്തയാണെന്ന്. പകരം വേറൊരാളോട് നമ്മളെക്കുറിച്ച് നന്മയും എന്നാൽ നമ്മളോട് നമുക്ക് 1-2 പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കുന്നവനാണ് യഥാർത്ഥത്തിലെ സുഹൃത്ത്. അങ്ങനെ ചാണ്ടി ഉമ്മനുണ്ട്. അപ്പം ഞാനാ പറഞ്ഞത് നേരത്തെ ഒരുപാട് പേര്, ശ്രീ T സിദ്ദിഖ് ഗംഭീരനായ ഒരു വ്യക്തിയാണ്. ഇനിയും വരാത്ത ആൾക്കാരുണ്ട്, നമ്മുടെ മാത്യു കൊൾനാടനടക്കം പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. ഒരുപാട് പേര് അതേപോലെ വരേണ്ടവരുണ്ടായിരുന്നു. VT ബൽറാം ഐഡിയോളജിക്കലി ഏറ്റവും കൺവിക്ഷൻ ഉള്ള, ഞാനും VT ബൽറാം ഐഡിയോളജിക്കലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്രയും പാർട്ടിക്കുള്ളിൽ ഐഡിയോളജിക്കൽ കൺവിക്ഷൻ ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ നെഹ്റുവിയൻ അംബേദ്കറൈറ്റ് ലൈനാണ് അദ്ദേഹം പിന്തുടർന്നത്. അതിൽ അത്രയും കൺവിക്ഷനും ആഴമേറിയ പഠനങ്ങളും നല്ല എഴുത്തും അങ്ങനെ ഒരുപാട് പേര് അതിനകത്തുണ്ട്. അത് കണ്ടുപഠിക്കേണ്ട ആ വെൽത്ത് ഓഫ് ലീഡേഴ്സ് ഉണ്ട്.
ആ വെൽത്ത് ഓഫ് ലീഡേഴ്സിനെ BJPയും CPM എല്ലാവരും ഇതേപോലെ, മുസ്ലിം ലീഗിനുണ്ട് ആ വെൽത്ത് ഓഫ് ലീഡേഴ്സ്, അതുകൊണ്ട് ഞാൻ എടുത്തു പറയാത്ത എല്ലാവർക്കും അത് വേണമെന്ന് തന്നെയാണ് എൻ്റെ. ഇനി കേരള കോൺഗ്രസിൻ്റെ ആൾക്കാർ, കേരള കോൺഗ്രസും അതേപോലൊരു നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ കൂടുതലും ചേർത്ത് നിർത്തുന്നൊരു പാർട്ടിയാണ് മധ്യ തിരുവിതാംകൂറിലൊക്കെ. അപ്പോൾ ഈ കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ UDF. ലീഡർ കരുണാകരൻ യഥാർത്ഥത്തിൽ UDFനെ വിഭാവനം ചെയ്തതും അങ്ങനെ ഒരു മതസൗഹാർദ്ദ ബഹുസ്വര മുന്നണിയായിട്ടാണ്. അങ്ങനെയാണ് ഈ UDF. നമ്മളെല്ലാവരെയും പരിഗണിക്കും, നമുക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ ആ സ്ട്രക്ചർ അങ്ങനെയാണ്. അല്ലെ, ജനങ്ങളുടെ പാർട്ടിയാണ്. ഇപ്പം ജനങ്ങൾ എന്ന് പറയുമ്പം അതിനകത്ത് എല്ലാ മത വിഭാഗങ്ങൾ കാണും, ജാതി വിഭാഗങ്ങൾ കാണും. എല്ലാവരും ഉൾക്കൊള്ളുക എന്നുള്ളത് അതൊരു ബഹുസ്വരതയുടെ ഭാഗമാണ്. നമ്മളെല്ലാവരും ഉൾക്കൊള്ളും, നമുക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ. അങ്ങനെയാണ് അംബേദ്കർജിയെ നമ്മുടെ ഭരണഘടന എഴുതാൻ ഗാന്ധിജിയും നെഹ്റുജിയും കൂടെ കൊണ്ടുവരുന്നത്. അംബേദ്കർജിക്ക് അന്ന് ഇലക്ടോറലി വലിയ ശക്തിയില്ല. ഇതിൻ്റെ വലിയ കൗതുക ആൾക്കാർ പലരും ഓർക്കേണ്ടത്, അംബേദ്കർജി നിർമ്മിച്ച അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത ഈ ഭരണഘടനയുടെ ശേഷമുള്ള ഇലക്ഷനിൽ അദ്ദേഹം മത്സരിച്ച് പരാജയപ്പെട്ടു. പക്ഷേ അംബേദ്കർജിയെ അങ്ങനെ പോസിറ്റീവ്ലി കൊണ്ടുവരാൻ, കാരണം അപാരനായ ഒരു പ്രതിഭയാണ്, മഹാപ്രതിഭയായിരുന്നു അംബേദ്കർജി. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ, എല്ലാവരെയും ചേർത്ത് നിർത്താൻ, ഈ നന്മ ഇനി അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണം. ആ ഒരു സ്വീകരണ മനോഭാവം. AKജിയെ പ്രതിപക്ഷ നേതാവാക്കിയതും നെഹ്റുജിയാണ്. നെഹ്റുജി പല അവസരങ്ങളിൽ AKജിയുടെ സ്പീച്ചുകളെ പ്രൊമോട്ട് ചെയ്യാറുണ്ടായിരുന്നു. അതായത് ബാക്കി ഒരിക്കൽ കോൺഗ്രസ്സുകാർ ബഹളം വെച്ചപ്പോൾ അവരോട് മിണ്ടായിരിക്കും, അദ്ദേഹം എനിക്ക് ഒരുപാട് പഠിക്കാനുള്ളതാണ്. ഈ നന്മ നമുക്ക് ഇന്ന് ആൾക്കാരിൽ പ്രസരിപ്പിക്കണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഫുൾ ചർച്ചയും തർക്കവും ശത്രുതയും പരസ്പരം. എന്തിന് K കരുണാകരൻ സാറും EK നായനാർ സാറും വളരെ അവരുടെ ഇടയിലുള്ള സൗഹൃദം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ജനുവിനാണ്, അതെന്നും ഉണ്ടാവും. പക്ഷേ അതിനർത്ഥം മറ്റവൻ വീഴുമ്പോൾ കൈകൊട്ടിച്ചിരിക്കണമെന്നല്ല. അപ്പം അങ്ങനെ ഒരു നന്മ നമുക്കതിൽ കാണാൻ കഴിയണം. ആ നന്മയിലാണ് ലോകം നിലനിൽക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, ലോകം അങ്ങനെ ഒരു നന്മയിലാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ പറയുമ്പോൾ മന്ത്രിസഭയിൽ നമുക്ക് ഇത്ര മന്ത്രിമാരെ പറ്റുകയുള്ളൂ. പക്ഷേ ജയിച്ചു വന്ന ഒത്തിരി നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഓഫ് കോഴ്സ് നാടിൻ്റെ നന്മയ്ക്ക് അത് നല്ലൊരു കാര്യം തന്നെയെന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കുമ്പോൾ സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻവോൾവ്മെൻറ്റ് നമ്മളെല്ലാം കണ്ടു. കാരണം നമ്മുടെ CMനെ ഡിസൈഡ് ചെയ്യാനുള്ള കേസിലാണെങ്കിലും രാഹുൽജി മുൻനിരയിൽ നിന്ന് തന്നെ അതിൽ എല്ലാ ഡിസ്കഷൻസും റൺ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ലൈക്ക് ഹിസ് ഇൻവോൾവ്മെന്റ് ഇൻ കേരളാസ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അത് എത്രത്തോളം? പറഞ്ഞാൽ മഹാത്മാഗാന്ധി നെഹ്റുജിയെ തെരഞ്ഞെടുത്തൊരു തീരുമാനമുണ്ട്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണമെന്നോ അന്നത്തെ കോൺഗ്രസിൻ്റെ ഹെഡ് ആരാകണമെന്നുള്ള ഒരു വോട്ടെടുപ്പിൽ 15-ൽ 12ഓളം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി PCC, ഇന്നത്തെ KPCC വന്ന PCC സർദാർ വല്ലഭായ് പട്ടേലിനാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേലിനോട് നോമിനേഷൻ പിൻവലിക്കാൻ പറയുന്നത്. അത് മഹാത്മാഗാന്ധിയുടെ ഇവരുടെ പിതൃതുല്യനായ ഗുരുതുല്യനായ സ്ഥാനമാണ്. കാര്യം മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി അന്നേ വലതുപക്ഷമാണ് ഇന്ത്യയിൽ സ്ട്രോങ്. കൗണ്ടർ ബാലൻസ് ചെയ്യാനായി ഒരു സെൻറ്റർ ലെഫ്റ്റ് നിൽക്കുന്ന ലിബറലായ പ്രോഗ്രസീവായ നെഹ്റുജിയാണ് ഇന്ത്യക്ക് നല്ലത്. മഹാത്മാഗാന്ധിയുടെ തീരുമാനം ഒരുപാട് അർത്ഥങ്ങളിൽ ശരിയായിരുന്നു. കാര്യം ഓൾറെഡി റൈറ്റ് വിങ് ശക്തി ഉണ്ടായിരുന്നു, സർദാർ പട്ടേൽ മേളിൽ വരികയാണ്. ഇതൊക്കെ ഒരു ഇക്വേഷൻ ആണല്ലോ, ബാലൻസ് ആണല്ലോ. അങ്ങനെയാണ് മഹാത്മാഗാന്ധി ശരിക്കും ഇന്ന് സോണിയാഗാന്ധി മാഡവും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കുമല്ലോ തീരുമാനം എടുത്തത്. അതേ തീരുമാനമാണ് എടുത്തത്. ശരിക്കും ഒന്ന് നോക്കിയാൽ മതി, ശ്രീ സർദാർ പട്ടേലിൻ്റെ റോളാണ് ശ്രീ KC വേണുഗോപാൽ ഏറ്റവും നന്നായി ചെയ്യുന്നത്. പാർട്ടി ഉൾപാർട്ടി അല്ലെങ്കിൽ ഘടനാപരമായ പാർട്ടിയെ നിലനിർത്തുക, അന്നത്തെ ആ ജോലി സർദാർ പട്ടേലാണ് ചെയ്തിരുന്നത്. എന്നാൽ മാസ് മാൻ, ഉഗ്രൻ പ്രാസംഗികൻ, എഴുത്തുകാരൻ, പുസ്തകങ്ങൾ എഴുതുന്ന ആളായിരുന്നു നെഹ്റുജി. അതേ ജോലിയാണ് നമ്മുടെ VD സതീശൻ ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ ആധുനിക നെഹ്റുവാണ് VD സതീശൻ ജി, ആധുനിക പട്ടേലാണ് ശ്രീ KC വേണുഗോപാൽ. ആ സ്ഥാനങ്ങളിൽ, ആ ഐഡിയോളജിക്കൽ പൊസിഷനിൽ ആ സ്ഥാനം ഇന്ന് ഗാന്ധി പരിവാർ, പേര് പോലും ഗാന്ധി പരിവാർ എന്നാണ്. ആ ഗാന്ധി പരിവാർ എടുത്ത തീരുമാനമാണ് ജനങ്ങളുടെ അഭിലാഷം നടക്കട്ടെ. ഇങ്ങനെയാണ് ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നത്. അന്ന് പട്ടേൽ പ്രധാനമന്ത്രിയാകണമെന്ന് ഇന്ന് 47 MLA കോൺഗ്രസിനുള്ളിൽ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ മഹാത്മാഗാന്ധി എന്നൊരു മഹാവൃക്ഷം അല്ലെങ്കിൽ മഹാപർവ്വതം ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഇതായിരിക്കും നല്ലത്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടാണ് അന്നത്തെ ഈ റൈറ്റ് വിങ്ങേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയ ഒരു നീക്കം. അതൊരു പെർഫെക്റ്റ് ബാലൻസിങ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയും അൾട്രാ റൈറ്റിനെ എതിർത്തിരുന്നു. ഈ തീവ്ര വലതെന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയെ കൊല്ലണം, നേരത്തെ കൊല്ലണമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പം നരേന്ദ്രമോദിജിക്ക് പോലും വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന സാധ്വി പ്രജ്ഞമാരും അല്ലെങ്കിൽ ഗാന്ധിജിയെ അപമാനിക്കാൻ മടി കാണിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പം ഇതൊരു അൾട്രാ റൈറ്റാണ്, ഗോഡ്സേവാദികളെന്നൊക്കെ പറയുന്നത്. അപ്പം അവർ ഈ രാജ്യത്തിൻ്റെ ക്യാൻസറും ശാപവുമാണ്. അപ്പം അവരെ അകറ്റി നിർത്തി കുറച്ചുകൂടെ സെൻറ്റർ റൈറ്റ് നിൽക്കുന്നവരെയും കൂടെ നമുക്ക് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം. അങ്ങനെയാണ് ശ്യാമപ്രസാദ് മുഖർജി വരുന്നത്. ഇങ്ങനെയല്ലേ മുമ്പോട്ട് പോകാൻ കഴിയൂ? ഇങ്ങനെയല്ലേ, ഈ ബാലൻസിലല്ലേ ഒരു രാജ്യം നിൽക്കുന്നത്? ഈ ബാലൻസ് ചെയ്യാൻ ഏതെങ്കിലും പാർട്ടിക്ക് കഴിയുമെങ്കിൽ അത് കോൺഗ്രസിനെ പറ്റൂ. വേറൊരു പാർട്ടിക്കും, ഒരർത്ഥത്തിൽ CPMന് പോലും അത് പറ്റില്ല. CPM കുറേയൊക്കെ എന്താ പറയുക, അവരുടേതായ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് മാത്രമേ നിൽക്കൂ. പക്ഷേ മതവിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങൾ, ദേശം, പ്രദേശം, റീജിയൻസ്, ഇനി സൗത്ത് ഇന്ത്യക്ക് റെപ്രസെൻറ്റേഷൻ വേണം, നോർത്തിന് മാത്രം പോരാ, നോർത്ത്
നോർത്ത് ഈസ്റ്റിന് വേണം, ഇങ്ങനെ ജാതീയമായ തെരഞ്ഞെടുപ്പ് വേണം, അതെ, റീജിയൻ വേണം. നമ്മൾ നമ്മുടെ മന്ത്രിസഭയിൽ നടന്ന ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് സീനിയോറിറ്റി നോക്കും. ഇത് ഈ മന്ത്രിസഭ രൂപീകരണം ഒരു ചെറിയൊരു പരിപാടിയല്ല, ഒരു ടാസ്ക്കാണ്. ഒരുപാട് ഫാക്ട്സ് നമുക്ക് എടുത്തതിന് ശേഷം ഒരു സമവായത്തെ എത്തണം. അപ്പോൾ ഒരുപാട് യോഗ്യതയുള്ള ഒരുപാട് ഒരു ഒഴിവാക്കപ്പെടേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തണം. ഇതൊക്കെ സദാം ഒരർത്ഥത്തിൽ പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്. കാര്യം പല ആൾക്കാരും ഇത് പറയില്ല. എന്നിട്ട് ഒരു ദിവസം രാവിലെ എണീച്ച് പറയും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെയല്ല, ഒരു പാർട്ടിയിലും അങ്ങനെയല്ല. ഇത്തരം ഒരുപാട് ഇക്വേഷൻസ്, ഫോർമുല, ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് വരുന്നത്. ആ ബാലൻസിലാണ് ഒരു രാജ്യം. ഇപ്പം ജയിച്ച ആൾക്കാരെ തന്നെ പറയാം. ശ്രീ ജോയ്, ശ്രീ സന്ദീപ് വാര്യർ, നമ്മുടെ ഫാത്തിമ തെഹലിയ, ഇവരുടെ എല്ലാം വിജയം കേരളത്തിൻ്റെ വിജയമാണ്. കാരണം എല്ലാ സമുദായങ്ങളും സ്വന്തം താല്പര്യങ്ങളോ സ്വന്തം ആൾക്കാരെ മറന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തതാണ്. ഒന്ന് ആലോചിച്ച് പോകണം. അതായത് ശ്രീ ജോയി ഒക്കെ ജയിച്ച സ്ഥലത്ത് ക്രിസ്ത്യൻസ് മൈക്രോ മൈനോറിറ്റിയാണ്. പക്ഷേ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ തങ്ങളുടെ ആളാണ് ജോയി എന്ന് പറഞ്ഞ് ജയിപ്പിക്കുകയും നമ്മുടെ ഫാത്തിമ തഹലിയ പാത്തു നമ്മുടെ കുട്ടിയാണെന്ന് ഹിന്ദുസികൾ പറയും. ഇത് തന്നെ ഷാഫി പറമ്പിലിനുണ്ട്. എനിക്കൊന്ന് BRM ഷഫീർ മനോഹരമായിട്ടത് പറയും. പാലക്കാട് അഗ്രഹാരത്തിലെ, കൽപ്പാത്തി അഗ്രഹാരത്തിലെ അമ്മമാർ ഞങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് ആരതി ഒഴിയുന്ന ആളാണ് ഷാഫി പറമ്പിലും. ഇങ്ങനെ നേതാക്കളെ ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രസ്ഥാനം ചരിത്രപരമായി എല്ലാവരുടെയും ആണെന്ന് പറയാൻ കഴിയുന്നത്. അപ്പം ഞാൻ ഇതായിട്ട് പറയില്ല കേട്ടോ. NSSൻ്റെ ആൾക്കാരോട് ഞാൻ വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട്. ആര് മുഖ്യമന്ത്രിയാണോന്ന് ചോദിച്ചാൽ അവർ മടിയില്ലാതെ പറയും ഉമ്മൻചാണ്ടി മതി. കാര്യം ചാണ്ടി സാറാണ് നമ്മുടെ ആൾ, ഉമ്മൻചാണ്ടിയാണ് നമ്മുടെ ആളെന്ന് പറയുന്നത്. എല്ലാവരുടെ ആളായിരുന്നു. വലിയൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങളൊരു കാര്യത്തിൽ, ഒരു അമ്പലത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ചാണ്ടി സാറിനെ കാണാം. ചാണ്ടി സാറിനെ കാരണം പോലും സാറേ ഇതിൽ വളരെ പ്രമുഖ അമ്പലമാണ്, പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. സാർ ഇതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇതിൻ്റെ ഹാഫ് സെക്യൂരിറ്റി സർക്കാർ ഏറ്റെടുക്കണം, സർക്കാരിൻ്റെ ഇതിൽ നിന്നൊക്കെ. പുള്ളി പറഞ്ഞ് എന്തിന് ഹാഫ് ആക്കുന്നത്, ഫുള്ള് ഞങ്ങൾ ഏറ്റെടുക്കാത്ത. അങ്ങനെ പോകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് തിരിച്ചിറങ്ങാൻ കഴിയുന്ന ഇങ്ങനത്തെ നേതാക്കളെ വേണം എല്ലാ പാർട്ടികളും. എനിക്ക് സുഹൃത്തുക്കൾ എല്ലാ പാർട്ടിയും BJPയിലുണ്ട്, CPMലുണ്ട്. CPMും BJP അടക്കം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ നേതാക്കളെ സൃഷ്ടിക്കാനാണ്. കാര്യം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന, തങ്ങളെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ അകറ്റി നിർത്തില്ലെന്ന് ഉറപ്പുള്ള കുറേ നേതാക്കളുണ്ടാവും. അവരുടെ സ്വന്തം കാര്യം ത്യാഗം സഹിച്ചു പോലും നമുക്ക് വേണ്ടി കാര്യം ചെയ്തു തരുമെന്ന് തോന്നിയാലാണ് രാജ്യം മുമ്പോട്ട് പോവുക. അപ്പം അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് സെൻട്രൽ ലീഡർഷിപ്പ് എടുത്ത വലിയ തീരുമാനമാണ്. അതൊരു നന്മയുടെ തീരുമാനമാണ്. അതിന് ഗാന്ധി കുടുംബത്തിന് 100 മാർക്കാണ്, 3 പേർക്കും, ശ്രീ രാഹുൽ ഗാന്ധിക്കും, ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും, ശ്രീമതി സോണിയാഗാന്ധിക്കും. അതെ, തീർച്ചയായിട്ടും. ഇത്രയും ദിവസം എടുത്തു എന്ന് നമ്മൾ പറയുമ്പോഴും വളരെ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, 10 ദിവസം എടുത്തുള്ളൂ. ദോഷങ്ങൾ പറയുമ്പോൾ അത് പറയുമല്ലോ. പക്ഷെ തീർച്ചയായിട്ടും കറക്റ്റ് ഡിസിഷനിലെത്തി, ആളുകൾ സ്വീകരിക്കുന്ന ഒരു ഡിസിഷനിലെത്തി. അതുണ്ടാവണമല്ലോ, അതുണ്ടാവണം. വെല്ലുവിളികൾ തരണം ചെയ്ത് വരുന്നവരാണ് ലീഡർ. അവിടെയാണ് മോഹൻലാൽ പറഞ്ഞത്, ഇങ്ങനെ ഒരു മുറവിളി ഞാൻ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ മുറവിളി. ഈ സ്വന്തം തൊട്ടടുത്തുള്ള സ്വന്തം പാർട്ടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പുകളിൽ നിൽക്കുന്ന നേതാക്കന്മാരെ വരെ തള്ളി പറഞ്ഞു. അതായത് അവരിഷ്ടമില്ലാത്ത ഒരാളെ അവിടെ പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ തള്ളി പറയുന്ന ഒരു സ്ഥിതിഗതി ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. മത്സരിച്ച് ഞാനൊക്കെ ഫേസ്ബുക്കിൽ ഒരു ബന്ധവുമില്ലാത്ത ദൈവത്തിന്റെ മറ്റും വീഡിയോ താഴെ വരും, അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി വേണം എന്നുള്ളതായിരുന്നു. ഇനിയിപ്പം VD സതീശൻ വന്നാലും KC വേണുഗോപാൽ വന്നാലും രമേശ് ജി വന്നാലും എല്ലാം നമ്മളെ ലീഡേഴ്സാണ്. അതായത് ഒരു റിപ്ലേസ്മെന്റ് ഉണ്ടാവണം. ജനങ്ങൾ ആഗ്രഹിച്ചത് കോൺഗ്രസ് എന്നതിലുപരി ഒരു റിപ്ലേസ്മെന്റ് നമ്മളെ കേരളത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. ഒരു ഭരണമാറ്റം തീർച്ചയായും 10 വർഷങ്ങൾക്ക് ശേഷം ഇത് ജനങ്ങളുടെ വിജയമാണ്. ഇപ്പം രാഹുൽജി നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഫാത്തിമ തെഹലിയുടെ വിജയം, അതുപോലെ പൊന്നാനിയിൽ എത്ര വർഷം ഈ ടേമിലാണ് ഒരു മുസ്ലിം MLA അവിടെ ജയിക്കുന്നത്. അതിന് മുന്നേ പൊന്നാനിയിൽ വോട്ടേഴ്സ് കൂടുതൽ മുസ്ലിം ആണെങ്കിലും അവിടെ ഒരു അമുസ്ലിമായിട്ടൊരു MLA ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. ശ്രീ നൗഷാദ് അലിയെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. ഞാനവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഒരു പരിപാടിക്ക് പോയി. ഞാൻ ചെന്നപ്പോൾ അവിടെ പൊന്നാനി അമ്പലം, അവിടെ പൊന്നാനിലെ പ്രധാനപ്പെട്ട അയ്യപ്പ ക്ഷേത്രം. ഞാൻ ആദ്യം ചെല്ലുമ്പോൾ കാണുന്നത് ഒരാൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു, സാധനങ്ങളെല്ലാം ചെയ്യും. ശ്രീ നൗഷാദാണ് മുഖ്യ സംഘാടകൻ, ശ്രീ നൗഷാദ് അലിയാണ്. ഈ നന്മ ഇപ്പം ഞാൻ കുറ്റമായിട്ട് പറഞ്ഞത്, നോർത്ത് ഇന്ത്യക്കാരെ ചിലരെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്, ഞാൻ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലെ സുഹൃത്തുക്കൾ പറയുന്നത്, കേരളത്തിൽ വരൂ, ഇതൊക്കെ കാണൂ, ഇതാണ് ഈ നാടിൻ്റെ, ഇന്ത്യയുടെ നന്മ ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ചിലപ്പോഴെങ്കിലും, എല്ലാവരെയും അല്ല ചിലരെയെങ്കിലും ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഒരു നൗഷാദ് അലിയാണ് അയ്യപ്പൻ്റെ അമ്പലത്തിലെ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ. ആൾക്കാരെ വിളിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു വന്ന് ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. എല്ലാ സഭയുടെ ആൾക്കാരെ വിളിച്ചു. നമ്മുടെ കൂർലോസ് തിരുമേനി ഉണ്ടായിരുന്നു, നമ്മുടെ കാരശ്ശേരി മാഷ് ഉണ്ടായിരുന്നു, ബ്രാഹ്മണ സഭയുടെ ആളുണ്ടായിരുന്നു. ഈ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്
അതൊരു കലയാണ്. ശ്രീ നൗഷാദ് അലി, ഇങ്ങനെ പേരെടുത്ത് പറഞ്ഞ ഒരുപാട് പേരെ അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് ചരിത്ര വിജയങ്ങളുണ്ട്. അപ്പം അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് കേരളത്തിൻ്റെ ഒരു മാജിക്കാണ്. യഥാർത്ഥത്തിൽ ഇതാണ് കേരള സ്റ്റോറി. ഈ കേരള സ്റ്റോറിയാണ് പലരും തെറ്റിദ്ധരിപ്പിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കൊണ്ടുപോയി മിസ്റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് വിഷമം തോന്നുന്നത് അതിൽ. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവര്. അതെ തീർച്ചയായിട്ടും അത് കേരള സ്റ്റോറി എന്ന് വിളിക്കാൻ തന്നെ പറ്റാത്ത കഥകളാണ് തീർച്ചയായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമാണ്. ആൻഡ് ഓൾസോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക, കോൺഗ്രസിൻ്റെ നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പാത്തിലുള്ള കാര്യങ്ങൾ തന്നെ വളരെയധികം ഡിസ്കസ് ചെയ്തു. നമ്മളിനി എന്താണ് ഭാവിയിൽ നോക്കിക്കാണുന്നതിനുള്ള കുറിച്ച് അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ആൻഡ് രാഹുലിൻ്റെ ഐഡിയാസിനെ വേറൊരു രൂപത്തിലാണെങ്കിൽ നമ്മൾ ലെറ്റ് ദ വേൾഡ് സീ ദം, കേരളം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യട്ടെ, അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് സദാം ഫോർ ഷെയറിംഗ് യുവർ പോയിന്റ് ഓഫ് വ്യൂ ആസ് എൻ ഇൻസൈഡർ ഫ്രം കോൺഗ്രസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ടുഡേ ആൻഡ് ഐ ഹോപ്പ് ടു ബി പാർട്ട് ഓഫ് യുവർ കോൺവെർസേഷൻസ്. ബെലിൻ ടർഫിൽ വന്നിട്ടാണെങ്കിലും ഞാൻ അവസാനം വന്നിട്ട് ബോറടിച്ചു എന്ന് പറയരുത്. നമ്മൾ ഒരു വിഷയത്തിൽ തുടങ്ങി ആ വിഷയത്തിൽ നിൽക്കത്തില്ല, അത് ഇങ്ങനെ കയറി വേറെ വിഷയങ്ങളിലോട്ട് അത് പോകും. ആൻഡ് ഇറ്റ്സ് ആൻ ഓണർ പാർവതി. കാര്യം നമ്മുടെ നാട്ടിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതായത് നമ്മുടെ പെൺകുട്ടികൾ കുറേ കൂടെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആകണം. ഞങ്ങൾ ആണുങ്ങളെക്കാൾ പല കാര്യങ്ങളിലും ഇൻ്റലിജൻ്റ് ആണ് പെൺകുട്ടികൾ. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് അത്ര താല്പര്യം എടുക്കാറില്ല. ഇതിന് ഏക അപവാദവും വ്യത്യാസവും ഇടതുപക്ഷം അവരുടെ സ്ത്രീജനങ്ങളെയും പെൺകുട്ടികളെയും നല്ല രീതിയിൽ മെൻറ്റർ ചെയ്യാറുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കാര്യം അവരുടെ വാക്കുകൾക്ക് കൃത്യത, കണിശത, മൂർച്ചയൊക്കെ പലപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടികൾക്കാണ് ഉണ്ടാകാറുള്ളത്. അത് വളരെ പോസിറ്റീവാണ്. കോൺഗ്രസും BJP എല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം വളരെ പൊളിറ്റിക്കലി അവെയറായ ഇല്യൂമിനേറ്റിംഗ് ആയ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ്. താങ്ക് യു സോ മച്ച്. എനിക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുന്നതല്ല കാര്യം, നമുക്കൊരു പൊളിറ്റിക്സ് ഈ യുവതലമുറയിലെ ഭയങ്കര പ്രശ്നമാണ്. പൊളിറ്റിക്സ് എനിക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ്. അതല്ല, നമ്മൾ നാളെയിൽ എങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഞങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന പൊളിറ്റീഷ്യൻസ് ആണ്. അവരാണ് ഇവിടെ നിയമം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ടാവണം. പൊളിറ്റിക്സ് വേണ്ട എന്ന് പറയുന്നത് ജനാധിപത്യത്തെ ഡീമീൻ ചെയ്യുക. രാഷ്ട്രീയവാദ്യം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ള വിരോധമാണ്. അത് പാടില്ല. നമുക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒരു രാഷ്ട്രീയ ബോധ്യവും വേണം. അതാണ് അതിലെ പോയിന്റ്. അത് കൂടുതൽ നമ്മുടെ പെൺകുട്ടികൾ, അതാ പറഞ്ഞത്, പെൺകുട്ടികൾ കൂടുതൽ വരുമ്പോൾ നമ്മുടെ ഈ പൊതുരംഗവും കുറെ കൂടെ സംശുദ്ധമാവും. കുറെ കൂടെ ഒരു ഫെമിനൈൻ എനർജി ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും കാര്യങ്ങൾ. കാര്യം അവർക്ക് ലൈഫിൽ ഞങ്ങൾ ആണുങ്ങളെക്കാട്ടി കുറച്ചുകൂടെ ഉള്ള ഡിസിപ്ലിൻ, കുറച്ചുകൂടെ ഒരു ഇൻഹറൻറ്റ് സോഫ്റ്റ്നെസ്, ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ആ ക്വാളിറ്റീസ് കൊണ്ടുവരണം. അതുകൊണ്ടാണ് റിസർവേഷൻ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ജനാധിപത്യം തന്നെ കുറച്ചുകൂടെ നല്ല ചെയ്യാനുള്ള പോയിന്റാണ്. രാഹുൽ മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന് പറയുന്നവരുണ്ട്. ഞാൻ ശരിക്കും താങ്ക് യു. മെയിൽ ഷോവനിസ്റ്റും അല്ല, ഞാൻ ഈ ഫീമെയിൽ ഷോവനിസ്റ്റും അല്ല. നമുക്കൊരു സെൻട്രിസ്റ്റ് ബാലൻസ്ഡ് പൊസിഷൻ ഉണ്ടല്ലോ. വീടുകൾ ഞാൻ എൻ്റെ ഫാദർ നേരത്തെ മരിച്ചതാണ്. എൻ്റെ അമ്മയാണ് എൻ്റെ വീട് നോക്കിയത്, എന്നെ വളർത്തിയൊക്കെ. പിന്നീട് എൻ്റെ മുത്തശ്ശനുമായിരുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് മുത്തശ്ശിയാണ്. ഞാൻ കണ്ട ഏറ്റവും എൻ്റെ ദേവകി എന്തർജെന്നവർ ശബരിമല വിഷയത്തിൽ ആദ്യം അറസ്റ്റിലാവുന്ന എൻ്റെ മുത്തശ്ശിയാണ്. ആദ്യം അറസ്റ്റിലാവപ്പെടുന്നത് മുത്തശ്ശിയും പിന്നെ അമ്മ മല്ലികാംബരിയും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ സ്ത്രീജനങ്ങൾ വീട് എത്രയോ കാലം നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാടും കൂടെ മാനേജ് ചെയ്യാൻ അവരുടെ ക്രിയേറ്റീവ് എനർജി വേണം. അത് അവരുടെ എന്താ പറയുക ആവശ്യം ഒന്നതിനേക്കാൾ നമ്മുടെ ആവശ്യം, നമ്മൾ പറഞ്ഞാൽ പുരുഷന്മാരുടെ ആവശ്യമായി മാറണമെന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. താങ്ക് യു സോ മച്ച് രാഹുൽ. താങ്ക് യു. ഓക്കെ.